السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് തൗഹീദിൻ്റെ വിഷയത്തിൽ എഴുതിയിട്ടുള്ള ബൃഹത്തായ ഗ്രന്ഥമായ കിതാബ് തൗഹീദാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ രണ്ടാമത്തെ അധ്യായമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആരംഭിച്ചത്. അതിൽ 2 തെളിവുകളും അതിൻ്റെ വിശദീകരണവുമാണ് നമ്മൾ കേട്ടത്. നമ്മൾ ആമുഖത്തിൽ പറഞ്ഞ കാര്യമാണ്, ഈ കിതാബിലുള്ളതെല്ലാം തന്നെ തൗഹീദുമായി ബന്ധപ്പെട്ട ആയത്തുകളും ഹദീസുകളും അതിന് യോജിക്കുന്ന തലക്കെട്ടുകൾ നൽകി ക്രോഡീകരിക്കുക എന്നത് മാത്രമാണ്. അതല്ലാതെ അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ നിന്നും അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള എന്തെങ്കിലും ആശയങ്ങൾ എഴുതി പിടിപ്പിച്ചതല്ല കിതാബ് തൗഹീദ്. പലരും കിതാബ് തൗഹീദിനെതിരെ വലിയ പ്രശ്നങ്ങൾ ഉന്നയിക്കാറുണ്ട്. കേരളത്തിൽ പോലും ചില യൂണിവേഴ്സിറ്റികളിൽ കിതാബ് തൗഹീദ് നിരോധിക്കണം എന്ന് പറഞ്ഞ് ഷിർക്കിൻ്റെ പ്രചാരകർ സമരം ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കിതാബ് തൗഹീദിലുള്ളത് ഖുർആനിൻ്റെ ആയത്തുകളാണ്. അപ്പോൾ കിതാബ് തൗഹീദിനോട് വെറുപ്പും ദേഷ്യവും തോന്നുന്ന ആളുകൾക്ക് യഥാർത്ഥത്തിൽ തൗഹീദിൻ്റെ ആയത്തുകളോടും ഹദീസുകളോടുമാണ് വെറുപ്പ്. അവരെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ എന്ന് പറയുന്നത് അതൊരു കൈമടക്ക് വാങ്ങിയിട്ട് ഇങ്ങനെ മരണ വീട്ടിലും അതുപോലെ ചില പ്രത്യേക സദസ്സുകളിലുമൊക്കെ പാരായണം ചെയ്ത് കാശുണ്ടാക്കാനുള്ളൊരു മാർഗം മാത്രമാണ്. അതല്ലായെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പഠിക്കുക എന്നത് തന്നെ അവർക്ക് ഹറാമായ കാര്യമായിരുന്നു. ഒരു കാലത്ത് ഖുർആനിന് വിശദീകരണം നൽകുക, അല്ല അതിനൊരു കേവല അർത്ഥം മനുഷ്യന്മാർക്ക് മനസ്സിലാകുന്ന രൂപത്തിലുള്ള ഒരു തർജിമ എഴുതുക എന്നതുപോലും നിഷിദ്ധമാണ് എന്നീ ആളുകൾ നാട്ടിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ കിതാബ് എഴുതിയിട്ടുണ്ട്. അതൊരിക്കലും അവർക്ക് നിഷേധിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ പിന്നീട് ആളുകൾ അതൊന്നും വകവെക്കാതെ ഇത്തരം തർജിമകൾ എമ്പാടും സ്വീകരിക്കപ്പെടുകയും ആളുകൾ തൗഹീദിലേക്ക് കൂട്ടം കൂട്ടമായി പല ഗ്രാമങ്ങളിൽ ഒന്നാകെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നീട് അവർ തന്നെയും തർജിമകൾ എഴുതാൻ തുടങ്ങുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടത്. പറഞ്ഞു വന്നത്, ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ എന്ന് പറയുന്നത് കേവലം എപ്പോഴും ഒരു മുസ്ഹഫ് ഒരു തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് അൾമറയിൽ വെക്കാനും വല്ലപ്പോഴും ഇത്തരം ആരെങ്കിലും മരണപ്പെട്ടാൽ യാസീൻ ഓതാനോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കോ ഹത്തപ്പുരയിലേക്കോ മറ്റോ എടുക്കാനും മാത്രമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതല്ലാതെ ഇതെൻ്റെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് വിശദീകരിച്ചു തരുന്ന ഒരു ഗ്രന്ഥമാണെന്നോ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം വിശ്വാസ കാര്യങ്ങളെല്ലാം ഞാൻ ഉൾക്കൊള്ളേണ്ടത് ഇതിൽ നിന്നാണെന്നോ ഒരിക്കലും അവർ കരുതിയിരുന്നുമില്ല. ആളുകളോടത് പറഞ്ഞു കൊടുത്തിട്ടുമില്ല. എന്നാൽ ഈ കാര്യങ്ങൾ വളരെ കൃത്യമായി മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം എന്താണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണത്. അത് ഇന്ന കാര്യങ്ങളിലെല്ലാം ശ്രദ്ധിക്കണം. ഈ വിഷയങ്ങളിലെല്ലാം മനുഷ്യൻ പിഴച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അവിടെ എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് കിതാബ് തൗഹീദിൻ്റെ ലക്ഷ്യം. അതിനപ്പുറത്തേക്ക് കിതാബ് തൗഹീദ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മനുഷ്യൻ ദീർഘമായി എഴുതിയിട്ടുള്ള എന്തെങ്കിലും അല്ല. ചില ആളുകൾ ചിലപ്പോൾ അങ്ങനെ തെറ്റിദ്ധരിക്കും. കിതാബ് തൗഹീദ് വായിക്കരുത്, കിതാബ് തൗഹീദിന് പോകരുത്, അതൊരു മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെ ഒരു ദലാലത്തിൻ്റെ ഗ്രന്ഥമാണെന്ന് പറയുമ്പോൾ ഇവരൊക്കെ കണ്ടതുപോലെയുള്ള ഫിലോസഫിക്കലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആശയങ്ങൾ ഇങ്ങനെ നീട്ടി പിടിച്ച് എഴുതി വെച്ച് എന്തോ ആണ് എന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. എന്നാൽ നമുക്കറിയാം കിതാബ് തൗഹീദിന് സാദൃശ്യമേറെ ഉള്ളത് ഇമാം ബുഖാരിയുടെ സഹീഹിനോടാണ്. സഹീഹ് ബുഖാരി നമുക്കറിയാം, അദ്ദേഹം തലക്കെട്ട് കൊടുക്കുന്നു, ഹദീസുകൾ കൊടുക്കുന്നു. ആ തലക്കെട്ടുകൾക്ക് ഹദീസുമായുള്ള ബന്ധം അത് അദ്ദേഹത്തിൻ്റെ ഫിഖ്ഹിനെ അറിയിച്ചിരുന്നു. അത്രയും ആഴത്തിൽ വിവരം അദ്ദേഹത്തിനുണ്ട് എന്ന് അറിയിച്ചിരുന്നു. അതുപോലെയാണ് കിതാബ് തൗഹീദ്. ഓരോ തലക്കെട്ടുകൾ അദ്ദേഹം കൊടുക്കുന്നു. അതിന് തൊട്ട് മുമ്പും ശേഷവുമായിട്ടുള്ള അധ്യായങ്ങൾക്ക് പോലും ഈ തലക്കെട്ടുമായി ബന്ധമുണ്ടാകും. അതുപോലെ അതിന് കീഴിൽ വരുന്ന തെളിവുകളും അതിനോട് പൂർണ്ണമായി യോജിക്കുന്നതായിരിക്കും. ഇത് കൂടുതൽ പഠിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ തൗഹീദിനെ കുറിച്ച്
ശരിക്ക് ധാരണയുണ്ടാവുകയും യഥാർത്ഥ രൂപത്തിൽ അള്ളാഹുവിനെ ആരാധിക്കാൻ ഇബാദത്ത് ചെയ്യാൻ നമുക്ക് സഹായകമാവുകയും ചെയ്യുന്ന കാര്യമാണ് എന്ന് ബോധ്യപ്പെടുന്നതാണ്. സഹോദരങ്ങളെ, മൂന്നാമത്തെ തെളിവ് അദ്ദേഹം പറയുന്നു, ഖാല അൽ മുസന്നിഫ് റഹിമഹുല്ലാ വലഹുമാ ഫി ഹദീസി ഇത്ബാന فإن الله حرم على النار من قال لا إله إلا الله يبتغي بذلك وجه الله. ഞാൻ പറഞ്ഞു, രണ്ടാമത്തെ അധ്യായത്തിലെ 2 തെളിവുകളാണ് നമ്മൾ വായിച്ചർത്ഥം പറഞ്ഞത്, വിശദീകരിച്ചത്. മൂന്നാമത്തെ തെളിവാണിത്. രണ്ടാമത്തെ അധ്യായം ബാബു ഫദ്ലി തൗഹീദി വമാ യുകഫിറു മിനദ്ദുനൂബ്, തൗഹീദിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ചും തൗഹീദ് നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു തരികയും അങ്ങനെ നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള കാരണമായി തീരുകയും ചെയ്യും എന്നറിയിക്കുന്ന അധ്യായമാണിത്. ഇതിൽ മൂന്നാമത്തെ തെളിവിൽ പറയുന്നത് വലഹുമ, അവർക്ക് 2 പേർക്കുമുണ്ട് എന്നാണ്. ഇത് കഴിഞ്ഞ അധ്യായത്തിലെ ഹദീസ്, കഴിഞ്ഞ തെളിവ്. ആ തെളിവിൻ്റെ അവസാനത്തിൽ അഖ്റജാഹു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ 2 പേരും ഉദ്ധരിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബുഖാരി മുസ്ലിമുമാണ്. അത്രയും പ്രാധാന്യം അവർക്കുണ്ട്. ഇപ്പോൾ ഹദീസിൻ്റെ നിദാന ശാസ്ത്രത്തിൽ അല്ലെങ്കിൽ ഹദീസിൻ്റെ ടേംസുകളിൽ ഷെയ്ഖാൻ, 2 ഷെയ്ഖുമാരെന്നറിയപ്പെട്ടാൽ അത് തന്നെ ബുഖാരി മുസ്ലിമിനെ കുറിച്ചാണ്. അപ്പം അത്രയും വലിയ സ്ഥാനമാണ് ഹദീസ് വിജ്ഞാനത്തിൽ ബുഖാരിക്കും മുസ്ലിമിനും ഉള്ളത്. അതുകൊണ്ട് അവർ 2 പേർ എന്ന് ഹദീസിൽ പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ബുഖാരി മുസ്ലിമുമായിരിക്കും. അത്രമേൽ അവർക്ക് നിരുപാധികത്വമുണ്ട്. അവരുടെ പേര് പറയാതെ തന്നെ അവരെ ഒന്ന് ലമീർ, ഒരു പ്രോനൗൺ അവരെ കുറിച്ച് പറഞ്ഞാൽ തന്നെ അവരാണ് എന്നറിയാൻ മാത്രമുള്ള വലിയ ആളുകളാണ് അവർ. അപ്പോൾ വലഹുമ, അവർ 2 പേർക്കുമുണ്ട് എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരിക്കും മുസ്ലിമിനുമുണ്ട്. ഫി ഹദീസ് ഇത്ബാൻ, ഹദീസ് ഇത്ബാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് ഇവർ 2 പേരും ഉദ്ധരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്താണ് ഈ ഹദീസ്? ഫഇന്നല്ലാഹ ഹറമ അലന്നാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന് നിഷിദ്ധമാക്കിയിരിക്കുന്നു. ചിലരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന് നിഷിദ്ധമായിരിക്കുന്നു. ആരാണവർ? മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത്, അത് കേവല നാവ് കൊണ്ടുള്ള ഉച്ചാരണമല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് പ്രതീക്ഷിച്ചുകൊണ്ട്, വജ്ഹ് കാംക്ഷിച്ചുകൊണ്ടുള്ള പറച്ചിലായിരിക്കണം അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് പറയുന്നത്. വിശദീകരിക്കാം. ഇവിടെ ഒന്നാമതായി പറയുന്ന ഫൈനല്ലാഹ ഹറമ അലന്നാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് പറയുന്നത്, സഹോദരങ്ങളെ, നരകത്തെ തൊട്ട് നിഷിദ്ധമാക്കൽ 2 രൂപത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് തഹരീമു ഖുലൂദ് ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ ഒരാൾ ശാശ്വതനായി തീരുക, കാലാകാലം നരകത്തിൽ കിടക്കേണ്ടി വരിക എന്ന കാര്യത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിഷിദ്ധമാക്കുക. അതാണ് ഒന്നാമത്തെ അർത്ഥം. രണ്ടാമത്തത് തഹരീമു ദുഖൂലുണ്ട്. നരകത്തിൽ പ്രവേശിക്കുന്നത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയിരിക്കും. ഇവിടെ തഹരീമുൽ ഖുലൂദ്, ശാശ്വതമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ പ്രവേശിക്കുന്ന ഒരാൾക്ക് നിഷിദ്ധമാക്കുന്നത്, അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ മരണപ്പെട്ടാൽ അത് അയാൾക്ക് അല്ലാഹു അങ്ങനെ നിഷിദ്ധമാക്കി. ശാശ്വതമായി ഒരാൾ നരകത്തിൽ കടക്കുകയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയിലാണ് ഒരാൾ മരണപ്പെടുന്നത് എങ്കിൽ ശാശ്വതമായി ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ നരകത്തിൽ പ്രവേശിപ്പിക്കുകയില്ല. എന്നാൽ ഒരാൾ തൗഹീദിനെ കൃത്യമായി സാക്ഷാത്കരിച്ച് തൗഹീദിൻ്റെ ആ പ്രഭയെ കെടുത്തുന്നതായ തിന്മകളോ മറ്റോ ഒന്നുമില്ലാത്ത രൂപത്തിലാണ് ഒരാൾ മരണപ്പെടുന്നത് എങ്കിൽ, അതല്ലെങ്കിൽ തിന്മകൾ വല്ലതും സംഭവിച്ചു, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് മഗ്ഫിറത്ത് ഉദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ അയാൾ തഹരീമു ദുഖൂൽ തന്നെ കിട്ടും, അഥവാ കയറുകയെന്നില്ല, നരകത്തിൽ പ്രവേശിക്കുന്നത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവിടെ പറഞ്ഞ പ്രത്യേകമായി അടിവരയിടേണ്ട കാര്യം യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ പറയണം എന്ന് പറഞ്ഞാൽ കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നാവ് കൊണ്ട് പറഞ്ഞതുകൊണ്ടായില്ല എന്നർത്ഥം. അതിൻ്റെ നിബന്ധനകളൊക്കെ പാലിച്ച് അതുകൊണ്ടുള്ള താല്പര്യം മനസ്സിലാക്കി പറയണം എന്നർത്ഥം. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പലരും ധരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണയും അതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കേവലം നാവ് കൊണ്ട് പറഞ്ഞാൽ രക്ഷപ്പെട്ടു പോയി എന്നാണ്. അങ്ങനെ എവിടെയും നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല. കാരണം തെളിവുകളെല്ലാം നമ്മൾ ഒരുമിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്. മൻകാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ആരുടെ അവസാന സംസാരമാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയത് അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെറുതെ അങ്ങ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ രക്ഷപ്പെട്ടു എന്നല്ല, മറിച്ച് ഈ പറയുന്ന ഹദീസുകളെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഒരുമിച്ച് കൂട്ടണം.
കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്ത ഹദീസുകളിൽ ഇതെല്ലാം കൂടി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ പറഞ്ഞത് മാ മിൻ അഹദിൻ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, ഏതൊരു മനുഷ്യനും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്നതിന് സാക്ഷ്യം വഹിച്ചാൽ സിദ്ഖൻ മിൻ ഖൽബിഹി, അവന്റെ ഹൃദയത്തിൽ സത്യസന്ധതയോടുകൂടി അങ്ങനെ സാക്ഷ്യം വഹിച്ചാൽ ഇല്ലാ ഹറമല്ലാഹു അലന്നാർ, മുത്തഫഖുൻ അലൈഹി, ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നരകം നിഷിദ്ധമാക്കാതെ ഇല്ല എന്നാണ്. ഈ ഹദീസുകളെല്ലാം നമ്മൾ ഒരുമിപ്പിക്കണം. അതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ രീതി. അവരെ മറ്റുള്ള ബിദ്അത്തിന്റെ കക്ഷികളിൽ നിന്നും വേറിട്ട് നിർത്തുന്ന ഒരു കാര്യവും അതാണ്. അവർ തെളിവുകളെ ഒരുമിപ്പിക്കുന്നവരാണ്. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ ഏതെങ്കിലും അവർക്ക് യോജിച്ച് അവരുടെ ദേഹേച്ഛയോട് യോജിക്കുന്ന ഒരു തെളിവ് സ്വീകരിച്ചുകൊണ്ട് ബാക്കിയുള്ള തെളിവുകളോട് നിരുത്തരവാദിത്വപരമായി പെരുമാറുക എന്നുള്ളത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് ചെയ്യുകയില്ല. ബാക്കിയുള്ള തെളിവുകൾ എന്താ, അതെനിക്കറിയില്ല, അതല്ലെങ്കിൽ അതെന്തോ എന്ന് പറയുകയല്ല, മറിച്ച് തെളിവുകൾ ഒരുമിപ്പിക്കുകയായിരിക്കും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ രീതി. കാരണം ഇതെല്ലാം കുല്ലു മിൻ ഇൻദല്ലാഹ്, എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഒന്നും മറ്റൊന്നിനെതിരാവുകയില്ല. അതുകൊണ്ട് ഇതെല്ലാം ഒരുമിപ്പിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് കേവല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതുകൊണ്ട് ഒരാൾ രക്ഷപ്പെടുകയില്ല. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ, മുനാഫിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആവർത്തിച്ച് പറഞ്ഞിരുന്നു. അവർ ഷഹാദത്ത് ആയിട്ട് തന്നെ പറഞ്ഞു, ഇദാ ജാഅകൽ മുനാഫിഖൂന ഖാലു നശ്ഹദു ഇന്നക റസൂലുള്ളാഹ്, താങ്കൾ അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് അവർ സാക്ഷ്യം പറഞ്ഞു എന്നാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വല്ലാഹു യശ്ഹദു ഇന്നക റസൂലു വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ, അല്ലാഹു സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് താങ്കൾ അല്ലാഹുവിന്റെ റസൂലാണ്. അതാണ് യഥാർത്ഥ സാക്ഷ്യം, അല്ലാതെ മുനാഫിക്കുകളുടെ സാക്ഷ്യമല്ല. മുനാഫിക്കുകൾ കള്ളം പറയുന്നവരാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ മുനാഫിക്കുകൾ കേവലം നാവുകൊണ്ട് പറഞ്ഞതുകൊണ്ട് രക്ഷപ്പെട്ടില്ല. എന്നാൽ അതുപോലെ തന്നെയാണ് ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്, പക്ഷേ അതിൻ്റെ താല്പര്യം എന്താണ് എന്ന് അവനെ അറിയുന്നില്ല, അവൻ അതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും ഒരാൾ ബിംബത്തിനെ ആരാധിക്കുകയും ചെയ്താൽ എന്തായിരിക്കും നമ്മൾ പറയാം? ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു, അവൻ ബിംബത്തിനെ ആരാധിക്കുകയും ചെയ്യുന്നു. ഒരു ഹൈന്ദവനായൊരു വ്യക്തി അയാൾ പറയുകയാണ്, എനിക്ക് ഇസ്ലാമിന് താല്പര്യമുണ്ട്, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാം, ഞാൻ ബാങ്ക് വിളിക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. ചില ആൾക്ക് അങ്ങനെയൊക്കെ താല്പര്യമുണ്ട്. ബാങ്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ വേണേൽ ബാങ്ക് വിളിക്കട്ടെ എന്നൊക്കെ ചോദിക്കും ചില ആളുകൾ. ഞാൻ നിങ്ങളോട് നിസ്കരിക്കട്ടെ എന്നൊക്കെ ചോദിക്കും. പക്ഷെ അവൻ ബിംബത്തിനെ ആരാധിക്കും, അവൻ്റെ ദൈവമൊക്കെ അവനുണ്ടാകും. അങ്ങനെ ചെയ്താൽ വല്ല ഉപകാരം ഉണ്ടാവും അയാൾക്ക്? ഏതൊരു മനുഷ്യനും അറിയാതെ ഉപകാരം ഉണ്ടാവുകയില്ല. കാരണം എന്താണ്? ഇപ്പുറത്തെ ആൾ ചെയ്യുന്നത് ശിർക്കാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ നേരെ വിരുദ്ധമാണ്. എങ്കിൽ ഇതേ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് വിഗ്രഹത്തെ ഒന്നും ആക്കിയിട്ടില്ല, പക്ഷേ കിടക്കുന്ന ചില വിഗ്രഹങ്ങളുണ്ട്. അത് വിഗ്രഹങ്ങൾ എന്ന് പറയുന്നത് പോലും ചില ആളുകൾക്ക് ദഹിക്കുകയില്ല. പക്ഷെ ഹദീസുകൾ നമ്മൾ എടുത്തു നോക്കിയാൽ കാണാൻ സാധിക്കും, അതും വിഗ്രഹങ്ങൾ തന്നെയാണ്. കാരണം വിഗ്രഹം എന്ന് പറയുന്നത് അത് നിർത്തിയത് കൊണ്ടോ അത് കല്ലായത് കൊണ്ടോ പേര് കിട്ടുന്ന ഒരു കാര്യമല്ല, മറിച്ച് അത് പൂജിക്കപ്പെടുകയാണ്, ആരാധിക്കപ്പെടുകയാണ്. അതാണ് അതിനെ വിഗ്രഹമാക്കി മാറ്റിയത്. അതല്ലാതെ വിഗ്രഹം എന്ന് പറയുന്നതിൻ്റെ ഷെയ്പ്പ് വെച്ചിട്ട് പറയുന്ന ഒരു പേരല്ല അത്. മറിച്ച് ആളുകൾ ഇന്ന് ഇത്തരത്തിലുള്ള ഖബറാളിയോടാണ് പോയി തേടുന്നത്. ഖബറാളിയോട് അള്ളാഹുവിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അത് മരങ്ങളോട് ചോദിക്കുന്ന ആളുകളുണ്ട്. ചില മരങ്ങളുടെ ബറക്കത്തെടുക്കാനും ചില മരങ്ങളോട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നു. അതേപോലെ തന്നെ വലിയ നീളമുള്ള ജാറങ്ങൾക്ക് മുന്നിൽ പോയി കരയുന്നവരുണ്ട്. അവിടെ പോയി പ്രാർത്ഥിച്ചാൽ, അവിടെ പോയി സഹായം ചോദിച്ചാൽ രക്ഷപ്പെടുമെന്ന് ധരിക്കുന്നവരുണ്ട്. ഇത് ഷിർക്കല്ലെങ്കിൽ സഹോദരങ്ങളെ മറ്റേതാണ് ഷിർക്ക്? അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ടതായ കാര്യം അള്ളാഹു അല്ലാത്ത ആളുകളോട് ചോദിക്കുകയാണ്. അപ്പം ഇത് ചെയ്തു കഴിഞ്ഞാൽ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് കൊണ്ട് യാതൊരു ഉപകാരവുമില്ല. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം പറയുന്നത്, യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്, അള്ളാഹിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. അപ്പം അറിഞ്ഞിരിക്കണം, അള്ളാഹിന്റെ വജ്ഹ് ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലാഹിറായ അർത്ഥം തന്നെ അള്ളാഹുവിനെ കണ്ടുമുട്ടുക, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുഖത്തെ അവൻ ദർശിക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസപരമായ മറ്റൊരു കാര്യം കൂടിയാണ്. മുഅ്മിനീങ്ങൾക്ക് നാളെ പരലോകത്ത് വെച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കാണാൻ സാധിക്കുമെന്നാണ്. അള്ളാഹുവിൻ്റെ വജ്ഹ് എങ്ങനെയാണ്, അതിൻ്റെ രൂപം എങ്ങനെയാണ്, അത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് പറയാറില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനൊരു സിഫത്ത് അറിയിച്ചു തന്നാൽ അത് അങ്ങനെ അള്ളാഹുവിന് യോജിക്കുന്ന രൂപത്തിലുണ്ട് എന്ന് വിശ്വസിക്കലാണ് നമ്മുടെ ബാധ്യത. അതിൻ്റെ കൈഫിയത്ത് നമ്മൾ പറയില്ല. അള്ളാഹുവിന് യദുണ്ട്, കൈയുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെയാണ് നമ്മൾ പറയില്ല. പക്ഷേ നമ്മൾ അടിയുറച്ച ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന, നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ലൈസ കമിസ്ലിഹി ഷൈ വഹുവസ് സമീഉൽ ബസീർ, അള്ളാഹുവിനെ പോലെ മറ്റാരും തന്നെ ഇല്ല. അതുകൊണ്ട് നിന്റെ മനസ്സിൽ ഏതെങ്കിലും രൂപങ്ങൾ കടന്നു വരുന്നുണ്ടെങ്കിൽ അതൊന്നും അള്ളാഹുവിനേതല്ല.
അള്ളാഹുവിൻ്റെ മുഖം എന്ന് പറയുമ്പോൾ നിനക്ക് എന്തെങ്കിലുമൊക്കെ രൂപങ്ങൾ നിന്റെ മനസ്സിൽ മിന്നി മറയുന്നുണ്ടെങ്കിൽ അതൊന്നും അള്ളാഹുവിൻ്റെതല്ല. കാരണം മനുഷ്യ മനസ്സുകൾക്ക് ഒരിക്കലും തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ രൂപത്തെ അവൻ ഭാവനയിൽ കൊണ്ടുവരാൻ പോലും സാധിക്കുകയില്ല. കാരണം മനുഷ്യന് എന്തെങ്കിലും ഒരു കാര്യം ഭാവനയിൽ കൊണ്ടുവരാൻ സാധിക്കണമെങ്കിൽ അവൻ നേരത്തെ കണ്ടതോ അതല്ലെങ്കിൽ കണ്ടതുപോലെയുള്ള കാര്യത്തെയോ മാത്രമായിരിക്കും അവൻ ഭാവനയിൽ കൊണ്ടുവരാൻ സാധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയാകട്ടെ അവനെപ്പോലെ യാതൊന്നും തന്നെ ഇല്ല. കാരണം അവൻ ഖാലിഖാണ്, ബാക്കിയുള്ളതെല്ലാം മഖ്ലൂക്കുകളാണ്. ഖാലിഖും മഖ്ലൂക്കിനും യാതൊരു സാദൃശ്യമോ ബന്ധമോ ഇല്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അവൻ്റെ ജലാലത്തിനും അളമത്തിനും അവൻ്റെ മഹത്വത്തിന് യോജിക്കുന്നതായ മുഖം അവനുണ്ട്. ആ മുഖത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ പറഞ്ഞു വന്നിട്ടുണ്ട്. മുഅ്മിനീങ്ങൾക്ക് സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് അവിടുന്ന് ലഭിക്കുന്ന ഏറ്റവും മനോഹരമായ സുഖാനുഭൂതിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുഖം അവൻ ദർശിക്കുക എന്ന് പറയുന്നത്. അതിനേക്കാൾ മനോഹരമായ ഒരു സുഖാനുഭൂതി സ്വർഗത്തിലില്ല. കാരണം ഏതൊരു സ്വർഗമാണോ സൃഷ്ടിച്ചത്, ഏതൊരു സ്വർഗമാണോ നമ്മൾ കാണുന്നത്, ആസ്വദിക്കുന്നത്, അതിനെ പടച്ച റബ്ബാണവൻ. ആ റബ്ബ് എങ്ങനെയായിരിക്കും? നമ്മളൊരു കാര്യം കാണുമ്പോൾ അതിനെ ആഗ്രഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു, അത് മുഖേന നമ്മുടെ മനസ്സിൽ സന്തോഷം നിറയുന്നു. ഈ സന്തോഷം നിറച്ചു തരുന്നവൻ ആരാണോ അവനെങ്ങനെയായിരിക്കും? അവനാണ് ഏറ്റവും മനോഹരമായിട്ടുള്ളവൻ. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അള്ളാഹു അങ്ങേയറ്റം ഭംഗിയുള്ളവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെയാണ്, ഏത് രൂപത്തിലാണ് നമുക്ക് അറിയുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അവൻ്റെ മുഖം നമുക്ക് കാണിച്ചു തരാൻ ദുആ ചെയ്യാൻ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആദ്യാർത്ഥം അതിൻ്റെ ബാഹ്യാർത്ഥം തന്നെയാണ്. പിന്നെ ചില പണ്ഡിതന്മാർ അതിൻ്റെ ലാസിമായിട്ട്, അതിൻ്റെ താല്പര്യമായിട്ട്, അഥവാ അള്ളാഹുവിൻ്റെ മുഖം നമുക്ക് ദർശിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ തൃപ്തി നമുക്ക് വേണം. അള്ളാഹിൻ്റെ തൃപ്തി ഉള്ളവർക്ക് മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കാണാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയും അർത്ഥം പറഞ്ഞവരുണ്ട്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട് എന്ന് പറയുന്ന അർത്ഥം അതിൻ്റെ ബാഹ്യാർത്ഥമല്ല. മറിച്ച് അതൊരാൾ അള്ളാഹുവിൻ്റെ മുഖം കാണുന്നതിനെ നിഷേധിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി തർജ്ജമ ചെയ്തതാണെങ്കിൽ അത് തെറ്റാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരാൾ അതിനെ നിഷേധിക്കുന്നവരുണ്ട്. ചില ബിദ്അത്തിന്റെ കക്ഷികൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുന്ന കാര്യത്തൊക്കെ നിഷേധിക്കുന്നവരുണ്ട്. ആ അർത്ഥത്തിലാണ് അവൻ അത്തരം തർജ്ജമകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഇനി അതല്ല, അതിൻ്റെ ലാസിമാണ്, അഥവാ അതിൻ്റെ താല്പര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുഖം കാണണമെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും നമുക്ക് വേണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ട് എന്ന് പറയുന്നത് ആ നിലക്കാണ് എന്ന് മനസ്സിലാക്കണം. ചുരുക്കി പറഞ്ഞാൽ സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഹൃദയത്തിൽ തട്ടി അറിഞ്ഞ് മനസ്സിലാക്കി ഒരാൾ പറഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന സന്തോഷ വാർത്തയാണ് ഫഇന്നല്ലാഹ ഹറമ അലന്നാർ, അവന് നരകം നിഷിദ്ധമായിരിക്കും. ഒന്നുകിൽ അവന് തഹരീമു ദുഖൂലായിരിക്കും, പ്രവേശിക്കുന്നത് തന്നെ നിഷിദ്ധമായിരിക്കും, അവൻ ഒരിക്കലും പ്രവേശിക്കുകയില്ല. ഇനി അഥവാ പ്രവേശിക്കേണ്ടി വന്നാൽ അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, അവിടെ തഹരീമു ഖുലൂദ് ഉണ്ട്, ശാശ്വതമായി ഉള്ള അവസ്ഥ അത് അവനുണ്ടാവുകയില്ല. അതെന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയിരിക്കും എന്നാണ് പറയുന്നത്. മറ്റ് ഹദീസുകളിലുമെല്ലാം ഈ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇല്ലാ ഹറമഹുല്ലാഹു അലന്നാർ, അല്ലാഹു അവനെ നരകം നിഷിദ്ധമാക്കാതെ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരാൾ കേവല ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ അവന് വല്ല ഉപകാരം ദുനിയാവിലുണ്ടോ? ദീനുൽ ഇസ്ലാം അവന് വല്ല അവകാശം വകവെച്ചു കൊടുത്തിട്ടുണ്ടോ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് ഹദീസുകളിലെല്ലാമുള്ള താല്പര്യം സിദ്ഖൻ മിൻ ഖൽബിഹി യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ് തുടങ്ങിയ ആന്തരികമായ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടാണ്. നമുക്കറിയില്ല അവൻ അള്ളാഹിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ച് പറഞ്ഞാണോ, അവൻ സത്യസന്ധമായി പറഞ്ഞതാണോ, എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും വഹി അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ മുനാഫിക്കുകളെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല, മറ്റു സ്വഹാബികൾക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരാൾ അങ്ങനെയാണോ പറഞ്ഞത്, അതല്ല വെറുതെ നാവുകൊണ്ട് പറഞ്ഞതാണോ, നമുക്കറിയില്ല. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ വല്ല ഉപകാരവും അയാൾക്കുണ്ടോ, ദീനുൽ ഇസ്ലാം വല്ല നഫ്ഉം അവന് വകവെച്ചു കൊടുത്തിട്ടുണ്ടോ? പണ്ഡിതന്മാർ പറയുന്നത്, ഒരാൾ കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞാൽ, ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഷർത്തൊന്നും പാലിക്കാതെ പറഞ്ഞാൽ അവൻ അള്ളാഹിൻ്റെ അടുക്കൽ ഒരു ഉപകാരം എന്തായാലും ഉണ്ടാവാൻ പോകുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ യാതൊരു ഉപകാരവും ഇല്ല. കാരണം ഹൃദയത്തിൽ തട്ടാതെ പറഞ്ഞതാണ്, അതിൻ്റെ അർത്ഥവും താല്പര്യവും അറിയാതെ പറഞ്ഞതാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു ഉപകാരം ഉണ്ടാവുകയില്ല. പക്ഷേ
ദുനിയാവിൽ അവൻ്റെ അഹ്കാമു ദുനിയയിൽ ദുന്യവിയായ അവൻ്റെ നിയമ നടപടികളിൽ അവനൊരു മുസ്ലിമായിട്ട് നമുക്ക് പരിഗണിക്കാൻ സാധിക്കുകയുള്ളൂ. അവനെ ഒരു മുസ്ലിമായിട്ട് പരിഗണിക്കാൻ സാധിക്കുകയുള്ളൂ. അവൻ അതിനുശേഷം ഇസ്ലാമിനെ പൊളിച്ചു കളയുന്ന ഒരു കാര്യവും ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല എങ്കിൽ, അതല്ലെങ്കിൽ പണ്ഡിതന്മാർ പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലയുടെ താല്പര്യമായ ഒരു അമലുണ്ട്. ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞാൽ നിർബന്ധമായും ചെയ്യേണ്ട ഒരു അമലുണ്ട്, അത് നിസ്കാരമാണ്. ആ നിസ്കാരം അവൻ നിർവഹിക്കുന്നില്ല എങ്കിൽ മാത്രമേ നമ്മൾ അവനെ ദീനുൽ ഇസ്ലാമിന് പുറത്താണെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് പൊളിച്ചു കളയുന്ന ഇസ്ലാമിന് പുറത്തു എന്നൊരു ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊന്നും അവൻ ചെയ്യുന്നില്ല. അതോടൊപ്പം ഒരു അമലുണ്ട്. അമൽ ചെയ്താൽ മാത്രമേ അവന് ദീനുൽ ഇസ്ലാമിൽ എന്ത് ചെയ്യാൻ പറ്റൂ, നിലകൊള്ളാൻ പറ്റും. ആ ഒരൊറ്റ അമലേ ഉള്ളൂ. അങ്ങനെയുള്ളൊരു അമൽ ഒഴിവാക്കിയാൽ ഒരാൾ കാഫിറായി പോകുന്ന ഒരു അമലേ ഉള്ളൂ, നിസ്കാരമാണ്. നോമ്പ് ഒഴിവാക്കിയാൽ അവൻ കാഫിറായി പോകുമെന്ന് പറയാൻ സാധിക്കുകയില്ല. സക്കാത്ത് ഒഴിവാക്കിയാൽ അവൻ കാഫിറായി പോകുമെന്ന് പറയാൻ സാധിക്കില്ല. ഹജ്ജ് ഒഴിവാക്കിയാൽ കാഫിറായി പോകുമെന്ന് പറയാൻ സാധിക്കില്ല. അവൻ അതിനൊന്നും നിഷേധിക്കുന്നില്ല, കേവലം ഒഴിവാക്കണം. പക്ഷെ നിസ്കാരം അങ്ങനെയല്ല, കേവലം ഒഴിവാക്കിയാൽ തന്നെ അവൻ ദീനുൽ ഇസ്ലാം സ്ഥാനമില്ല. അപ്പോൾ ഒരാൾ ഈ പറയുന്ന കാര്യങ്ങൾ ദീനിന്ന് പൊളിച്ചു പോകുന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, നിസ്കാരവും നിർവഹിക്കുന്നുണ്ട് എങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവൻ്റെ കൽബ് നോക്കാൻ നമുക്ക് സാധിക്കുകയില്ല. മുസ്ലിം ആണെന്ന് പറയുക, ദുനിയാവിൽ അവൻ്റെ അഹ്കാം അങ്ങനെ പറയുക എന്നേ സാധിക്കുകയുള്ളൂ. അതല്ലാതെ നമുക്ക് തോന്നുന്നത് അവന് യഥാർത്ഥത്തിൽ വിശ്വാസം ഇല്ലാന്ന് തോന്നുന്നുണ്ട് എന്ന് നമുക്ക് ഊഹിച്ചുകൊണ്ട് ഒരാളെ തീരുമാനം എടുക്കാൻ പറ്റില്ല. അതല്ലെങ്കിൽ അവൻ്റെ പുറത്തേക്കൊന്നും കാണാനില്ല, പക്ഷെ അവൻ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കുകയില്ല എന്ന് പറഞ്ഞ് അവൻ ഇസ്ലാമിൻ്റെ വൃത്തത്തിൽ നിന്ന് പുറത്തു മാറ്റാൻ നമുക്ക് സാധിക്കുകയില്ല. അതിനെ മനസ്സിലാക്കി തരുന്ന തെളിവാണ് ബുഖാരിയിലും മുസ്ലിമുമുള്ള ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു സംഭവം. അദ്ദേഹം പറയുന്നുണ്ട്, ബഅസന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ ഹുറഖ മിൻ ജുഹൈന. ഹുറഖ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു യുദ്ധ സംഘത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഫസബ്ബഹനൽ ഖൗമ ഫഹസംനാഹും, നമ്മൾ രാവിലെ തന്നെ അവരുമായി ഏറ്റുമുട്ടി അവരെ പരാജയപ്പെടുത്തി. ഖാല, അദ്ദേഹം പറയാണ്, വലഹിഖ്തു അന വറജുലുൻ മിനൽ അൻസാരി റജുലൻ മിൻഹും, ഞാനും അൻസാരികളിൽപ്പെട്ട ഒരാളും അവരിൽപ്പെട്ട ഒരു വ്യക്തിയെ കണ്ടുമുട്ടി. യുദ്ധം നമ്മൾ ഇസ്ലാം ഏകദേശം മറ്റുള്ളവരെ ശത്രുക്കളെ പരാജയപ്പെടുത്തിയിരിക്കുന്ന ഒരു സമയത്തിലാണുള്ളത്. അതിനിടയിൽ ഒരാളെ കണ്ടുമുട്ടി. ഫലമ്മാ ഗശീനാഹു ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, നമ്മൾ അവനെ പൊതിഞ്ഞപ്പോൾ, അത് അവൻ രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതും അടച്ച് അവനെ നമ്മളൊന്ന് ലോക്ക് ചെയ്തപ്പോൾ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊച്ചത്തിൽ പറഞ്ഞു. ഫകഫ അൻഹുൽ അൻസാരി, അൻസാരിയായ ആ വ്യക്തി, എൻ്റെ കൂടെയുള്ള വ്യക്തി, അവൻ വാള് വീശാൻ പോകുന്നത് താഴ്ത്തി വെച്ചു, അവനൊന്നും ചെയ്തില്ല. ഫതഅൻതുഹു ബിറുംഹി ഹത്താ ഖതൽതു, പക്ഷേ ഞാൻ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ വാളെടുത്ത് വീശി അയാളെ കൊന്നു കളഞ്ഞു. അതായത് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു അയാളെ കൊന്നു കളഞ്ഞു. ഫലംന ഖദിംന ബലഗ ദാലിക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ മദീനയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്തിയിട്ടുണ്ട്. ഫഖാല ലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, യാ ഉസാമ, അല്ലേ ഉസാമ, അഖതൽതഹു ബഅദമാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ വ്യക്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിന് ശേഷം നീ അയാളെ കൊന്നു. ഖാല, അദ്ദേഹം പറഞ്ഞു, ഖുൽതു, ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നമാ കാന മുതഅവ്വിദ, അല്ലാഹുവിന്റെ റസൂലേ, അവൻ രക്ഷപ്പെടാൻ പറഞ്ഞതാണ്. കാരണം അതുവരെ മുസ്ലിമീങ്ങളുമായി യുദ്ധം ചെയ്ത് പോരാടിയ മനുഷ്യൻ അവസാനം ലോക്കായപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബി സ്വാഭാവികമായും വിചാരിച്ചു അയാൾ രക്ഷപ്പെടാൻ പറഞ്ഞതാണ്. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മുസ്ലിം ആയാൽ പിന്നീട് ഇസ്ലാമിൽ എന്ത് ചെയ്യുകയില്ല, യുദ്ധം ചെയ്യാൻ പാടില്ല. നമ്മളോട് ഇങ്ങോട്ട് എത്ര ഉപദ്രവം കാണിച്ച ആളാണെങ്കിലും ശരി, പിന്നെ കൊലപ്പെടുത്താൻ നമുക്ക് വകുപ്പില്ല. അതുകൊണ്ട് അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിച്ചു, അഖതൽതഹു ബഅദമാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന് ശേഷം നീ അയാളെ വധിക്കുകയോ? ഖാല, അദ്ദേഹം പറയാണ്, ഫമാ സാല യുകർരിറുഹാ അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന് ശേഷം അയാളെ കൊല്ലുകയോ എന്ന കാര്യം ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. ഹത്താ തമന്നൈതു അന്നി ലം അകുൻ അസ്ലംതു ഖബ്ല ദാലികൽ യൗം, ഞാൻ ഈ ദിവസത്തിന് ശേഷം ഇസ്ലാമിലേക്ക് എത്തിയാൽ മതിയായിരുന്നു എന്ന് ഞാൻ കൊതിച്ചുപോയി. കാരണം അത്രയും പ്രയാസം അദ്ദേഹത്തിനുണ്ടായി, വലിയ ദുഃഖം അദ്ദേഹത്തിന്, മാനസിക വിഷമം ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനുണ്ടായി. എന്തീ കാരണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞൊരു വ്യക്തിയെ കൊന്നു എന്നുള്ളത് കൊണ്ടാണ്. വേറെ ചില റിവായത്തിൽ കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചത്, അഫലാ ശഖഖ്ത അൻ ഖൽബിഹി ഹത്താ തഅലമ അഖാലഹ അം ലാ, നീ അദ്ദേഹത്തിൻ്റെ കൽബ് പിളർന്നു നോക്കിയോ, അവൻ ശരിക്കത് പറഞ്ഞതാണോ അല്ലേ എന്നുള്ളത് എന്നറിയാനായിട്ട് നീ അങ്ങനെ കൽബ് പിളർന്നു നോക്കിയോ? നിനക്ക് ബാഹ്യമായി പറയുന്നതല്ലേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ,
നീ അവൻ്റെ കൽബ് പിളർന്നു നോക്കിയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വളരെ കൃത്യമായി ശകാരിക്കുകയാണ്. നോക്കൂ, ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ പ്രിയപ്പെട്ട സ്വഹാബിയാണ്. പക്ഷേ അദ്ദേഹം ഈ ചെയ്ത പ്രവൃത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഒരുപാട് പാഠങ്ങളുള്ള ഒരു ഹദീസാണത്. ഈ ഹദീസിലെ ഈ കിതാബുമായി വിഷയവുമായി നമ്മൾ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട പാഠം എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി ഒരാൾ പറഞ്ഞാൽ ദുന്യവിൽ അവന് മുസ്ലിമാണ് എന്നുള്ള ഹുക്മ നമ്മൾ കൊടുക്കണം. എപ്പോഴേ അതിൽ നിന്ന് പൊളിയുള്ളൂ. ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി അവൻ ചെയ്യുക. അതല്ലെങ്കിൽ നിസ്കാരം അവൻ ഉപേക്ഷിക്കുക. ഇതില്ലാത്തിടത്തോളം കാലം ഒരാൾ മുസ്ലിമായിട്ട് പരിഗണിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇനി അയാൾ എപ്പോൾ കാഫിർ എന്ന് വിളിക്കണം, അത് വേറൊരു വിഷയമാണ്. അത് പണ്ഡിതന്മാർ ചർച്ച ചെയ്യേണ്ട, അറിവുള്ള ആളുകൾ ചർച്ച ചെയ്യേണ്ട വേറൊരു വിഷയമാണ്. പക്ഷേ ബാഹ്യമായ ഏതോ ഒരു മുസ്ലിം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞാൽ അവർ ദീൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല എങ്കിൽ, അയാൾ നിസ്കാരം നിലനിർത്തുന്നവനാണ് എങ്കിൽ അവരെ പിന്നീട് കാഫിർ എന്ന് പറയാൻ, ദീൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന് പറയാൻ നമുക്ക് സാധിക്കുകയില്ല എന്നുള്ളതാണ്. അതേപോലെ സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണിത്. ഇവിടെ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ആരാണ്? സ്വഹാബികളാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സ്വഹാബികളെക്കാളും ശ്രേഷ്ഠവര്യരായ മറ്റു പണ്ഡിതന്മാരുണ്ടോ? ഇത് ദീനുൽ ഇസ്ലാമിൻ്റെ ബേസിക് ആയിട്ടുള്ള അഖീദ പാഠത്തിൽപ്പെട്ടതാണ്. സ്വഹാബികളെക്കാൾ ശ്രേഷ്ഠരായി ശേഷക്കാരായി ആരുമില്ല. എന്ന് വെച്ചാൽ ഏറ്റവും വലിയ ഔലിയാക്കളിൽപ്പെട്ട ഒരാൾ തന്നെയാണ് ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത്. അതിനേക്കാൾ വലുതല്ല അബ്ദുൽ ഖാദിർ ജീലാനി, അതിനേക്കാൾ വലുതല്ല ഷെയ്ഖ് മുഹീദ്ദീൻ ഷെയ്ഖ് എന്ന് വിളിക്കുന്ന ആൾ, അതിനേക്കാൾ വലുതല്ല ഈ കാലഘട്ടത്തിൽ ഭ്രാന്ത ജീവിതം മരിച്ചുപോയ CM മടവൂർ. പക്ഷേ ഇവരൊക്കെ ഔലിയാക്കളായി കൊണ്ടു നടക്കുന്നവരിൽ പലരും വിശ്വസിക്കുന്നത് ഇവർക്ക് കൽബകത്തുള്ളത് അറിയാൻ പറ്റുന്നതാണ്, ഇവർക്ക് മറ്റൊരാളുടെ കൽബിലകത്തുള്ളത് അറിയാൻ പറ്റും എന്ന് വിശ്വസിച്ച് നടക്കുകയാണ്. ഇവിടെ സഹാബിക്ക് മനസ്സിലായിട്ടില്ല ഇയാൾ സത്യം പറഞ്ഞതാണോ അല്ലേ എന്ന് പോലും മനസ്സിലായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് ചോദിച്ചത്, നീ കൽബ് പിളർന്ന് നോക്കിയോ എന്നാ പറഞ്ഞത്. അല്ല നിനക്ക് ബാഹ്യമായി മനസ്സിലാക്കാനുള്ള കഴിവുണ്ടല്ലോ, അള്ളാഹു നിനക്ക് അങ്ങനെ ഒരു കഴിവ് തന്ന ഔലിയല്ലേ എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. കഴിയില്ല. ഏതൊരു സ്വഹാബി എത്ര ശ്രേഷ്ഠതയുള്ള മനുഷ്യനാണെങ്കിലും ശരി, അള്ളാഹു സുബ്ഹാനഹു വ തആല ഗൈബിയായ കാര്യങ്ങൾ അറിയാനുള്ള ടെക്നിക്കൊന്നും ആർക്കും അള്ളാഹു തആല നൽകിയിട്ടില്ല. അത് അള്ളാഹിൻ്റെ മാത്രമുള്ള കഴിവാണ്. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുൽ ഗൈബ്, തീർച്ചയായും അള്ളാഹിൻ്റെ അടുക്കൽ മാത്രമുള്ള കാര്യമാണ് ഇൽമുൽ ഗൈബ്, അദൃശ്യമായ കാര്യം അറിയുക എന്ന് പറയുന്നത്. അത് സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു തൗഹീദിൻ്റെ പാഠാണ്. നമ്മൾ പറഞ്ഞു വന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അവൻ ദീനിൽ നിന്ന് പുറത്തുപോയി എന്ന് പറയുന്നത്. അത് ഗൗരവത്തിൽ പാലിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിന് സമാനമായ മറ്റൊരു സംഭവം കൂടിയുണ്ട്. അന്ധനായ സ്വഹാബി ഇത്ബാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ ഇത്ബാൻ റളിയല്ലാഹു അൻഹു അന്ധനായ മറ്റൊരു സ്വഹാബിയാണ്. അബ്ദുല്ലാഹി ഇബ്നു മക്തൂം റളിയല്ലാഹു അൻഹു പോലെയുള്ള മറ്റൊരു സ്വഹാബിയാണ് ഇത്ബാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ പോകുന്നുണ്ട്. അപ്പം അദ്ദേഹവും ആദ്യം മസ്ജിദ് നബവിയിലേക്ക് നിസ്കരിക്കാൻ വന്നിരുന്നു. പക്ഷെ പിന്നീട് മഴയൊക്കെ പെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നുള്ള വഴിയിൽ താഴ്വരയിൽ വെള്ളം നന്നായി ഒഴുകാൻ തുടങ്ങി. അദ്ദേഹത്തിന് വരാൻ സാധിക്കുന്നില്ല. അദ്ദേഹം പിന്നീട് ഉദുറുള്ളത് കാരണത്താൽ വീട്ടിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം നിസ്കരിക്കാറുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ വീട്ടിൽ വന്ന് എന്നോടൊപ്പം നിസ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് സ്വഹാബികളെയും കൂട്ടി വീട്ടിലെത്തിയതാണ്. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഖാല ഇത്ബാൻ റളിയല്ലാഹു അൻഹു ഫഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫകബ്ബറ, അവിടുന്ന് തക്ബീർ ചൊല്ലി ഫഖുംനാ വറാഅ ഫസല്ല റകഅതൈൻ, ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ പുറകിൽ നിന്ന് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. അത് സുന്നത്ത് നിസ്കാരങ്ങൾ വല്ലപ്പോഴും ജമാഅത്തായി നിസ്കരിക്കുന്നത് തെറ്റില്ല എന്ന് പണ്ഡിതന്മാർ ഇതിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. പതിവാക്കാൻ പാടില്ല. എപ്പോഴെങ്കിലുമൊക്കെ സുന്നത്ത് നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുന്നത് അഥവാ തറാവീഹിന് പുറമെ, തറാവീഹ് നമുക്ക് തർക്കമില്ല, തറാവീഹ് അല്ലാതെ നമ്മൾ വീട്ടിൽ വെച്ച് എപ്പോഴെങ്കിലുമൊക്കെ ജമാഅത്തായി രാത്രി നിസ്കാരം ഒരുമിച്ച് നിസ്കരിക്കുന്നതുകൊണ്ടൊന്നും എന്തില്ല, തെറ്റുള്ള കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കാരം കൂടിയല്ല, ഒരു 2 റക്അത്ത് മാത്രമാണ് ജമാഅത്തായിട്ട് അവിടെ നിസ്കരിച്ചു. സലാം പറഞ്ഞു, അങ്ങനെ അവിടേക്ക് ഇരുന്നു. അങ്ങനെ പല വർത്തമാനങ്ങളിലൊക്കെ വന്നപ്പോൾ ഒരാൾ ചോദിച്ചു, അയിന മാലിക് ബിൻ ദുഖ്ഷുൻ, മാലിക് ബിൻ ദുഖ്ഷുൻ എന്ന് പറയുന്ന ആളെവിടെ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അപ്പോൾ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, ദാലിക മുനാഫിഖ് ലാ യുഹിബ്ബുല്ലാഹ വറസൂല, അതൊരു മുനാഫിക്കാണ്, അള്ളാഹിനെയും റസൂലിനെ ഇഷ്ടപ്പെടാത്ത ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടൻ പറഞ്ഞു, ലാ തഖുൽ ദാലിക്, നീ അത് പറയാൻ പാടില്ല. ലാ തഖുൽ ലഹു ദാലിക് അലാ തറാഹു ഖദ് ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യുരീദു ബിദാലിക വജല്ലാഹ്, അള്ളാഹിൻ്റെ വജു ഉദ്ദേശിച്ചുകൊണ്ട് അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് നീ കണ്ടിട്ടില്ലേ? അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞൊരു മുസ്ലിമായിട്ട് അറിയപ്പെട്ട ഒരാളാണ്.
പക്ഷെ അയാളുടെ പ്രവൃത്തികളിൽ എന്തോ കാരണത്താൽ സ്വഹാബികൾ ചിലർ അയാൾ മുനാഫിക്കാണെന്ന് പറഞ്ഞു. അവർ പറയുന്നുണ്ട് മുനാഫിഖീൻ, അയാളുടെ മുഖവും ഭാവവും അയാൾ മുനാഫിക്കുകളോട് കാണിക്കുന്ന കൂറുമൊക്കെ അങ്ങനെയാണ് എന്ന് ചിലർ പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫഇന്നല്ലാഹ ഹറമ അലൻ നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു, ഇതാണ് ഈ ഹദീസിന്റെ മുഴുവൻ രൂപമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് പറഞ്ഞ ഒരാൾക്ക് നരകം നിഷിദ്ധമാക്കിയിട്ടുണ്ട് എന്ന്. അതല്ലാതെ ഈ വ്യക്തിയുടെ ഉള്ളു കള്ളികളെ കുറിച്ച് ചികൻ അന്വേഷിക്കണം എന്നൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞു കൊടുത്തിട്ടില്ല. ചിലപ്പോൾ ബാഹ്യമായി അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിയേക്കാം, പക്ഷെ വ്യക്തത വരുന്നത് വരെ. കാരണം ഒരാളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് യഖീന് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് എങ്കിൽ കേവല ശക്കുകൾ കൊണ്ട് അയാളുടെ യഖീനായ ഈ അഖീദയെ നമുക്ക് പൊളിച്ചു കളയാൻ, അതിൽ നിന്ന് മാറിപ്പോയി എന്ന് പറയാവതല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ പറഞ്ഞത് ഇത്ര മാത്രമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരാൾ ദുനിയാവിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമാണെങ്കിൽ അള്ളാഹിൻ്റെ അടുക്കൽ ഒരു ഫലം ഉണ്ടാവും, സത്യം അല്ലെങ്കിൽ അള്ളാഹിൻ്റെ അടുക്കൽ യാതൊരു ഉപകാരം ഉണ്ടാവുകയില്ല. പക്ഷെ ദുനിയാവിൽ നമുക്ക് അവന് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വകുപ്പ് വകവെച്ചു കൊടുക്കുക എന്നല്ലാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്നും ചെയ്യാനില്ല എന്ന കാര്യം സഹോദരങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അതാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യമുള്ളത്. അടുത്ത തെളിവ് അദ്ദേഹം പറയുന്നു, ഖാൽ മുസന്നിഫ് റഹിമഹുല്ലാഹ് വഅൻ അബി സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയാൻ, യാ റബ്ബ്, എൻ്റെ റബ്ബേ, അല്ലിന്നി ഷൈഅൻ അദ്കുറുക വഅദ്ഉക ബിഹ്, എനിക്കൊരു കാര്യം പഠിപ്പിച്ചു തരണം, അത് മുഖേന ഞാൻ നിന്നെ ദിക്ർ ചെയ്യും, നിന്നെ ഓർക്കും, നിന്നോട് ദുആ ചെയ്യുകയും ചെയ്യും. ഒരു കാര്യമാണ്, അതെനിക്കൊരു ദിക്റായിട്ടും വേണം, നിന്നോട് ദുആ ചെയ്യാനും അത് തന്നെ മതി. അങ്ങനെയുള്ളൊരു കാര്യം പഠിപ്പിച്ചു തരണം റബ്ബേ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് ചോദിച്ചതാണ്. ഖുൽ ഖാല, അല്ലാഹു തആല പറഞ്ഞു, ഖുൽ യാ മൂസ ലാ ഇലാഹ ഇല്ലല്ലാഹ്, മൂസ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക. ഖാല കുല്ലു ഇബാദിക യഖൂലുന ഹാദാ, അല്ലാഹുവേ നിന്റെ എല്ലാ അടിമകളും ഇത് പറയുന്നുണ്ട് എന്ന് വെച്ചാൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പ്രത്യേകമായി ചില കാര്യമാണ് ഉദ്ദേശിച്ചത്. അത് വേറെ ചില റിവായത്തിൽ വന്നിട്ടുണ്ട്. ഖാല യാ മൂസ, മൂസ ലൗ അന്ന സമാവാതി സബഅ വആമിറുഹുന്ന ഗൈരി, മൂസ നീ മനസ്സിലാക്കണം, ആകാശങ്ങളിലുള്ള മുഴുവൻ ആളുകളും ഗൈരി എന്നെ കൂടാതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിന് മുകളിലാണ്, ഉപരിയിലാണ്, എന്നെ കൂടാതെ ആകാശത്തിലുള്ള മുഴുവൻ ആളുകളും, വൽ അർദീന സബഅ 7 ഭൂമിയിലുള്ള മുഴുവൻ ആളുകളും, ഫീ കിഫ ഒരു തട്ടിലും, വലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീ കിഫ ലാ ഇലാഹ ഇല്ലല്ലാഹ് മറു തട്ടിലുമാണെങ്കിൽ, മാലത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തട്ട് അത് താഴ്ന്നു തന്നെ ഇരിക്കും എന്നാണ് പറയുന്നത്. നമ്മൾ ഈ അധ്യായത്തിന്റെ പേര് ബാബു ഫദ്ലി തൗഹീദാണ്. തൗഹീദിന്റെ ശ്രേഷ്ഠതയാണ് പറയുന്നത്. മുഴുവൻ മനുഷ്യരുടെ ഭാരത്തെക്കാളും അവിടെ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൻ്റെ എല്ലാം ഭാരത്തെക്കാളും ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ഭാരമുണ്ട് എന്നാണ് ഈ ഹദീസിന്റെ താല്പര്യം. റവാഹു ഇബ്നു ഹിബ്ബാൻ വൽ ഹാക്കിം വസഹഹഹു, ഇമാം ഹാക്കിം റഹിമഹുല്ലാഹ് ഈ ഹദീസ് സഹീഹാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇബ്നു ഹിബ്ബാനും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസിനെ കുറിച്ചിട്ട് ഇതിൻ്റെ സനദുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകളുണ്ട്. ഈ ഹദീസ് ഇമാം ഹാക്കിമും ഇബ്നു ഹിബ്ബാനും സഹീഹായി മനസ്സിലാക്കിയത് കൊണ്ടാണ് അവരതിനെ സഹീഹാക്കി വിലയിരുത്തിയത്. അതുപോലെ തന്നെ ഇമാം ദഹബി റഹിമഹുല്ലാഹ് ഇത് സഹീഹാണ് എന്ന് തന്നെ വിലയിരുത്തിയതാണ്. ഇബ്നു ഹജർ അൽ അസ്ഖലാനി അദ്ദേഹവും ഇത് സഹീഹാണെന്ന് ഫത്ഹുൽ ബാരിയിൽ അദ്ദേഹം ഈ ഹദീസ് കൊണ്ടുവന്നപ്പോൾ പറയുന്നുണ്ട്. ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹം ഇത് അസാനീദുഹു ജയ്യിദ, ഇതിൻ്റെ പരമ്പരകൾ നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാഹ് ഇത് ദഈഫാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പരമ്പര, നമ്മൾ ഒരു ഹദീസ് അതിൻ്റെ പരമ്പരയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നേരെ അതിൽ പറഞ്ഞ ആശയങ്ങളെല്ലാം തെറ്റാണ് എന്ന് ഒറ്റയടിക്ക് നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല. ചിലപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഹദീസ് നമ്മൾ വായിച്ചിട്ട് അവസാനം ദഈഫാണെന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇങ്ങനെ ഒരു സംഭവം ദീനിലേ ഇല്ല എന്ന് വിചാരിക്കും. അങ്ങനെയല്ല. കാരണം ചില ഹദീസിൻ്റെ പരമ്പര ദഈഫാണെങ്കിലും ഇതേ ആശയം ചിലപ്പോൾ ഖുർആൻ കൊണ്ട് തെളിഞ്ഞിട്ടുണ്ടാവും, ഖുർആനിൽ വന്ന ആശയമായിരിക്കും, അതല്ലെങ്കിൽ മറ്റു ഹദീസുകൾ കൊണ്ട് തെളിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മളതല്ലാതെ എവിടെയെങ്കിലുമൊക്കെ ഒരു ദഈഫായ ഹദീസാണെന്ന് കണ്ടതോടുകൂടി അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് വിചാരിക്കാൻ പാടില്ല. അത് പറയാൻ കാരണം മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ചില ഹദീസുകൾ ദഈഫായി വന്നിട്ടുണ്ട്. അപ്പോൾ ചില ആളുകൾ അത് മാത്രം ക്രോഡീകരിച്ച് കണ്ടില്ലേ, ഇതൊക്കെ മ്യൂസിക്കുമായി ബന്ധപ്പെട്ടൊക്കെ ദഈഫാണെന്ന് പറയും. മ്യൂസിക് ബന്ധപ്പെട്ടത് ഹറാമാണെന്നുള്ളത് ഖുർആൻ കൊണ്ട് തെളിഞ്ഞതാണ്, സ്വഹാബികളുടെ തഫ്സീർ കൊണ്ട് തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. സ്വഹീഹ് ഹദീസുകൾ ഇത് വേറെയുണ്ട്. ശരിയാണ്, ചില ദുർബലമായ ഹദീസുകളുണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും ചില ആളുകൾ അങ്ങനെയെങ്കിലൊക്കെ ജനങ്ങൾ ശരിയാകട്ടെ എന്നൊക്കെ ചിലപ്പോൾ പിൽക്കാലത്ത് ഉണ്ടാക്കിയതാണ്, അല്ലാഹു അഅലം. അതല്ലെങ്കിൽ ഇതൊരു തന്ത്രമായി ചില ആളുകൾ പിൽക്കാലത്ത് ചില ദുർബല ഹദീസ് കയറ്റിയതായിരിക്കും. കാരണം ഇതൊക്കെയുമായി ബന്ധപ്പെട്ട് ഈ ബാബ് മുഴുവൻ ദഈഫാണ് എന്ന ആളുകളെ പറ്റിക്കാനായിട്ട്.
നമുക്കറിയില്ല. എന്ത് തന്നെ ആയാലും ഒരു കാര്യത്തിൽ ഒരു കാര്യം ദഈഫാണ് എന്ന് വന്നാൽ അതുമായി ബന്ധപ്പെട്ട എല്ലാം ദഈഫാണെന്ന് നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റൂല, പഠിക്കണം. ഈ ഹദീസ് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാഹ് ദഈഫാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സമകാലീനായ ഷെയ്ഖ് അൽ അർനാഊത്ത്, ഷുഐബ് അൽ അർനാഊത്ത് റഹിമഹുല്ലാഹ്, അദ്ദേഹം ഇത് ദഈഫാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, ഇത് ബാഹ്യമായി നമുക്ക് മനസ്സിലാവുന്നത് അന്ന ഇസ്നാദുഹു ദഈഫ്, ഇതിന്റെ സനദ് ദഈഫാണ്. കാരണം ഇതിന്റെ റാവിമാരിൽ ഒരാളിൽ ദർറാജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, അയാൾ ദഈഫാണ്. പ്രത്യേകിച്ചും ഉസൂലുൽ ഹദീസിന്റെ നിദാനശാസ്ത്ര പ്രകാരം ഈ ദഈഫായ ഇദ്ദേഹം അഥവാ ഈ ദർറാജ് അദ്ദേഹം അബുൽ ഹൈസം എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും ഉദ്ധരിച്ചാൽ അത് വളരെയധികം ദുർബലമായിരിക്കും, ആ പരമ്പര സ്വീകരിക്കാനേ പറ്റുകയില്ല എന്നാണ്. അങ്ങനെയാണ് ഈ ഹദീസിൽ സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ദഈഫാണ് എന്നാണ്. എന്നാൽ വളരെ കൃത്യമായി സ്വഹീഹായ ഹദീസ് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാഹ് സ്വഹീഹാണെന്ന് വിലയിരുത്തിയ ഹദീസ് ബിത്താഖ ഇപ്പുറത്തുണ്ട്. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഒരു കാർഡിനെ കുറിച്ച് പറയുന്ന ഒരു ഹദീസ്, അത് വളരെ സ്വഹീഹായി ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ അംർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് നമുക്ക് പലപ്പോഴും അറിയുന്ന ഒരു കാര്യമാണ്. ഒരു മനുഷ്യനെ ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർത്തും. അയാളിങ്ങനെ മനുഷ്യന്മാരുടെ മുന്നിലൊക്കെ നിൽക്കുകയാണ്. അയാൾ നോക്കുമ്പോഴതാ അയാൾക്ക് 99 വലിയ ഏടുകൾ അയാൾക്കുണ്ട്, കണ്ണെത്താ ദൂരത്ത് ആ ഏടുകളുണ്ട് എന്നാണ്. അതിൽ മുഴുവനും അയാൾ ചെയ്ത തിന്മകളാണുള്ളത്, നന്മകളല്ല. 99 ഏടുകൾ മുഴുവൻ തിന്മകളാണ്. അത്രയും ദുൽമകൾ അയാൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അപ്പം അതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അയാളോട് ചോദിക്കുന്ന തുൻകിറു മിൻ ഹാദാ ഷൈഅൻ, നീ ഇത് വല്ലതും നിഷേധിക്കുന്നുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കിറാമൻ കാതിബീനായ ആദരണീയനായ എഴുത്തുകാരൻ, അവരാണല്ലോ ഇതൊക്കെ എഴുതി വെക്കുന്നത്. അവർ നിന്നോട് വല്ല ദുൽമും ചെയ്യുന്ന എനിക്ക് പറയാനുണ്ടോ? ഈ പറയുന്നതൊക്കെ വെറുതെ എഴുതിയതാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ലാ യാ റബ്ബ്, ഇല്ല റബ്ബേ, ഞാൻ ഇതൊക്കെ അംഗീകരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അള്ളാഹു ഇനിയും ചോദിക്കുന്നുണ്ട്, അലക ഉദുറുൻ ഔ ഹസന, നിനക്ക് എന്തെങ്കിലുമൊക്കെ ഒഴികഴിവ് പറയാനുണ്ടോ? അതല്ല ഇതിനെ കവച്ചു വെക്കാനുള്ള വല്ല നന്മയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ മനുഷ്യൻ ഇല്ല ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ അങ്ങേയറ്റം നീതിമാനാണ്. അള്ളാഹു തആല പറയുന്നുണ്ട്, ഇന്നലക ഇൻദന ഹസന വാഹിദ, നീ ചെയ്ത ഒരു നന്മ നമ്മുടെ അടുക്കലുണ്ട്. ലാ ദുൽമൽ യൗമ അലൈക്, ഇന്നേ ദിവസം നിന്നോട് ഒരു അനീതിയും പ്രവർത്തിക്കുകയില്ല. ഫതുഖ്റജ് ലഹു ബിതാഖ, എന്നിട്ട് ഒരു ബിതാഖ, ഒരു കാർഡ് എന്നാണ് പറയുന്നത്. രൂപം എങ്ങനെയാണെന്ന് നമുക്ക് അറിയുകയില്ല. ബിതാഖ എന്ന് പറഞ്ഞാൽ അർത്ഥം വെക്കാൻ പറ്റുന്നത് ഒരു കാർഡ് എന്നാണ്. ആ ബിതാഖ എടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്നു. ഫീഹ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു, അവന്റെ ജീവിതത്തിൽ അവൻ പറഞ്ഞ, അവൻ പ്രവർത്തിച്ച, അവന്റെ മരണം വരെ അവൻ ഖൽബിൽ സൂക്ഷിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന സത്യസാക്ഷ്യമാണ് അതിലുള്ളത്. അതവിടെ കൊണ്ടുവന്നു. ഫയഖൂലു അഹ്ദറൂഹ്, എന്നത് ഹാജരാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഫയഖൂൽ, പക്ഷേ ഈ മനുഷ്യൻ അപ്പോഴും തൃപ്തനായില്ല. അയാൾ ചോദിച്ചു, യാ റബ്ബ് മാ ഹാദിഹി അൽ ബിതാഖ മാ ഹാദിഹി സിജില്ലാത്ത്, അല്ലാഹു ഇതൊരു കാർഡല്ലേ, ഇത്രയും 99 വലിയ ബാണ്ടക്കെട്ട് പോലെയുള്ള എൻ്റെ തിന്മകൾ, അതിനു മുമ്പിൽ ഈ കാർഡ് എന്താണ് എന്ന അർത്ഥത്തിലാണ് ഇയാൾ ചോദിക്കുന്നത്. ഫയുഖാൽ ഇന്നക ലാ തുദ്ലം, ഓ മനുഷ്യ, നീ ഇന്നേ ദിവസം ഒരക്രമവും നിന്നോട് ചെയ്യപ്പെടുകയില്ല. ഖാല ഫതൂദഉ സിജില്ലാത്തു ഫീ കിഫ, ഈ പറയുന്ന ഏടുകളെല്ലാം മീസാനിൽ ഒരു ഭാഗത്ത് വെക്കുകയുണ്ടായി. ഫതാശത്തി സിജില്ലാത്ത് വസഖുലത്തിൽ ബിതാഖ, എന്നാൽ ഈ ഏടുകളെല്ലാം അത് ഭാരം കുറഞ്ഞതായി. ബിതാഖക്കായിരുന്നു ഭാരമുണ്ടായിരുന്നത്, അത് പൊന്തിപ്പോയി. ഈ ബിതാഖ വെച്ചതോടുകൂടി അത് പൊന്തിപ്പോയി. ബിതാഖയായിരുന്നു താഴെ ഉണ്ടായിരുന്നത്. വലാ യസ്കുലു ഷൈഉൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനുർ റഹീമുമായ അള്ളാഹിന്റെ നാമമുള്ള ഒരു കാര്യം വെച്ചാൽ അതാണ് ഏറ്റവും വലിയ ഭാരമുണ്ടാവുക എന്ന് പറഞ്ഞു. ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിലായാലും മരിച്ചപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അത് അയാൾക്ക് ഉപകാരമായി എന്നാണ് പറയുന്നത്. അയാൾക്ക് അത് ഉപകാരമായി എന്നാണ് സഹോദരങ്ങളെ പറയുന്നത്. ഇത് വളരെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിലുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിൽ ഒരാൾ മരണപ്പെട്ടാൽ എന്ത് തിന്മകളാണെങ്കിലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ രക്ഷപ്പെടുത്തും. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകം പണ്ഡിതന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്. അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ഖുവ്വത്ത് ഇവിടെ വളരെയധികം പരിഗണനീയമായ ഒരു കാര്യമാണ്. അയാൾ എത്ര ഖുവ്വത്ത് അയാൾക്കുണ്ടായിരുന്നു എന്നുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന എല്ലാ ആളുകൾക്കും ഈമാനിൽ ഒരേ അവസ്ഥയിലല്ല, അവിടെ യഖീനിൽ ഒരേ അവസ്ഥയിലല്ല, അതിലേറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉള്ള ആളുകൾക്ക് തന്നെയും, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉള്ള മുവഹിദീങ്ങൾക്ക് തന്നെയും തിന്മകൾ എന്ത് ചെയ്യാറുണ്ട്? നന്മയേക്കാൾ ഭാരം കൂടിയതാവാറുണ്ട്. അങ്ങനെ അവർക്ക് സ്വർഗം നഷ്ടമാവാറുണ്ട് തുടക്കത്തിൽ. പിന്നീടാണ് അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്നുള്ളൂ. അതെന്താണെന്ന് കൊണ്ടാൽ അവർ ലാ ഇലാഹ ഇല്ലല്ലാഹുടെ ഖുവ്വത്ത് കുറഞ്ഞത് കൊണ്ടാണ്. എന്നാൽ നല്ല ഖുവ്വത്തുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക്
ഒരുപാട് തിന്മകളുടെ മുന്നിൽ പോലും പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇതൊരിക്കലും തിന്മകളെ നിസ്സാരമാക്കി കളയാനുള്ള യാതൊരു കാര്യവുമല്ല. അങ്ങനെ ഒരാളും ധരിക്കാൻ പാടില്ല. മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശ്രേഷ്ഠത കൂടുതൽ ബോധ്യപ്പെടാൻ വേണ്ടി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അത്രയും ശ്രേഷ്ഠത ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഉണ്ട് എന്ന് വെച്ചാൽ അത് നമ്മൾ അത്രയും കാര്യത്തിൽ പഠിക്കണം എന്നതിന് വേണ്ടിയിട്ടാണ്, അത്രയും പരിഗണിക്കണം എന്നതിന് വേണ്ടിയിട്ടാണ്. അതല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശ്രേഷ്ഠത നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ ഇപ്പുറത്ത് തിന്മകളോട് നമുക്ക് ഇങ്ങനെ താല്പര്യമുണ്ടാവുക എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിക്കും ഉൾക്കൊണ്ടിട്ടില്ല എന്നതായിരിക്കും അതിൻ്റെ അർത്ഥം. കാരണം തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രഥമമായ താല്പര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ ശരിക്കും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എന്നറിയിക്കുന്നതായ കാര്യമാണ്. ശരി, ഈ ഹദീസിലേക്ക് തന്നെ വരാം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, ഈ ഹദീസ് നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ആശയം എന്താണ്? ശരിയാണ്. അത്തരം ആശയം ശരിയായ, അത് പൂർണ്ണമായ ഒരു മൗദൂ ആയ ഒരു ഹദീസ് അല്ലാത്ത സ്ഥിതിക്ക് പണ്ഡിതന്മാർ അതിന് വിശദീകരിക്കാറുണ്ട്. മാത്രമല്ല ഒരുപാട് മുഹദ്ദിസുകൾ അതിനെ സഹീഹായി വിലയിരുത്തിയത് കാരണത്താൽ തന്നെ. എന്താണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ പറഞ്ഞത്? യാ റബ്ബി അല്ലിംനി ശൈഅൻ അദ്കുറുക വഅദ്ഉക ബിഹി, എനിക്ക് ദിക്ർ ചെയ്യാനും ദുആ ചെയ്യാനുമായ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരണം എന്നാണ് പറയുന്നത്. അപ്പോൾ അല്ലാഹു തആല പറഞ്ഞത് യാ മൂസ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, മൂസ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക എന്നാണ്. അപ്പോൾ ശരി, ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനാണ് ദിക്റും ദുആയുമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറഞ്ഞു. അപ്പോൾ അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണ്, സംശയമില്ല. പക്ഷെ എങ്ങനെയാണ് ദുആ ചെയ്യാൻ പറഞ്ഞപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറഞ്ഞത്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ദുആ രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ദുആ ഉൽ മസ്അല, അതാണ് നമുക്ക് എപ്പോഴും ദുആ നമ്മൾ പറയുമ്പോൾ പൊതുവെ ഉദ്ദേശിക്കുന്നതാണ്. ദുആ ഉൽ മസ്അല, നമ്മുടെ ആവശ്യങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ, അള്ളാഹു എന്നെ രക്ഷിക്കണേ, അള്ളാഹു സ്വർഗം നൽകണം, പാപങ്ങൾ പുറത്തു തരണേ, റിസ്ക് വർദ്ധിപ്പിച്ചു തരണേ പോലുള്ള കാര്യങ്ങൾ, അത് ദുആ ഉൽ മസ്അലയാണ്. അതുപോലെ തന്നെ ദുആ ഉൽ ഇബാദയുണ്ട്. ഏതൊരു ഇബാദത്തും ദുആ തന്നെയാണ്. യഥാർത്ഥത്തിൽ ഏതൊരു ഇബാദത്തും ദുആ തന്നെയാണ്. ആ അർത്ഥത്തിൽ ഖുർആൻ പാരായണം ദുആയാണ്, ഇൽമിന്റെ മജ്ലിസ് ദുആയാണ്, നിസ്കാരം ദുആയാണ്, സക്കാത്ത് ദുആയാണ്, ഹജ്ജ് ദുആയാണ്. എന്താണ് അതിലുള്ള ദുആ? ആ അമലിലൂടെ അള്ളാഹുവേ നീ എന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കണമേ, ഈ അമൽ സ്വീകരിക്കണമേ എന്ന തേട്ടം നമ്മുടെ മനസ്സിലുണ്ട്. ആ അർത്ഥത്തിൽ അത് ദുആ തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ അമലും ആ അർത്ഥത്തിൽ ദുആയാണ്. അപ്പോൾ ആ നിലക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ ഉന്നത സ്ഥാനം കിട്ടാനാണ് ഈ പറയുന്നത്. അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക എന്നതോടൊപ്പം തന്നെ അള്ളാഹു താലയോടുള്ള ദുആ തന്നെ കൂടി അതിലുണ്ട് എന്ന് മനസ്സിലാക്കുക. അല്ലാതെ മറ്റ് ഇഷ്കാല് വേണ്ടതില്ല. അപ്പോൾ പറഞ്ഞത് കുല്ലു ഇബാദിക യഖൂലൂന ഹാദാ, ഈ കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാ ആളുകളും പറയുന്നുണ്ട് എന്നാണ്. ചില റിവായത്തിൽ കാണാൻ സാധിക്കും മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് ഇന്നമാ ഉരീദു ശൈഅൻ തഖുസ്സുനീ ബി, എനിക്ക് മാത്രമായി എന്തെങ്കിലുമൊക്കെ, ഇത് മാത്രമായി കിട്ടുക എന്ന് പറഞ്ഞാൽ അള്ളാഹിലേക്ക് കൂടുതൽ അടുക്കാനുള്ള കാര്യമാണ് അത് ചോദിക്കുന്നത്. അതല്ലാതെ അവർക്ക് മാത്രം ദുന്യവിയായ എന്തെങ്കിലും കിട്ടണം എന്നല്ല. എനിക്ക് മാത്രമായി ആർക്കും കിട്ടാത്ത കൊട്ടാരം നൽകണം, പ്രത്യേക വാഹനം നൽകണം, അങ്ങനത്തെ കാര്യമല്ല. അള്ളാഹുവിലേക്ക് ഇഷ്ടം കൊണ്ട് കൂടുതൽ എടുക്കാൻ എനിക്ക് മാത്രമായി നിന്നെ ഇബാദത്ത് ചെയ്യാനുള്ള വല്ല വാചകവും പറഞ്ഞു തരുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത്ര വലിയതാണ്, അത്രയും ശ്രേഷ്ഠതയുണ്ട് എന്ന അർത്ഥത്തിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് എന്നാണ്. ഇനി ഇതിലും ചില ഫായിദകളുണ്ട്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുന്നുണ്ട് അള്ളാഹു, യാ മൂസ ലൗ അന്ന സമാവാതി സബ്അ വ ആമിറഹുന്ന ഗൈരി, മൂസ 7 ആകാശത്തിലുള്ള ആമിറഹുന്ന ഗൈരി, ഞാൻ കൂടാതെയുള്ള മുഴുവൻ ആളുകളും. അപ്പോൾ ഏതൊക്കെയാണ് മുഴുവൻ ആളുകൾ? 7 ആകാശത്തിലും ഒരുപാട് മലായിക്കത്തുകൾ ജീവിക്കുന്നുണ്ട്. മലായിക്കത്തുകൾ ഓരോ ആകാശത്തിലുമുണ്ട്. അതുപോലെ അള്ളാഹു താലക്ക് മാത്രമായി അറിയുന്ന മറ്റു കാര്യങ്ങളും ഉണ്ടായേക്കാം, അള്ളാഹുവിൻ്റെ സൈന്യം ഉണ്ടായേക്കാം, എന്താണ് നമുക്കറിയുകയില്ല. അതുപോലെ തന്നെ വആമിറുഹുന്ന ഗൈരി, എന്നെ കൂടാതെയുള്ള എന്നാണ് പറയുന്നത്. അവിടെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അടിസ്ഥാന വിശ്വാസമുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉപരിയിലാണ് എന്നാണ്. കാരണം അല്ലാഹു തആല അത് വളരെ വ്യക്തമായി ഖുർആനിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അഅമിൻതും മൻ ഫിസ് സമാ, ഇത് സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്, ആകാശത്തിലുള്ളവനെ കുറിച്ച് നീ നിർഭയനാണോ, അല്ലാഹു തആലയെ കുറിച്ച് പേടിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. മൻ ഫിസ് സമാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിലാണ്. ആകാശത്തിലാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആകാശത്തിന്റെ ഉപരിയിലാണ് എന്നാണ്, ആകാശത്തിനുള്ളിലാണ് എന്നല്ല, ആകാശത്തിന് ഉപരിയിലാണ് എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരിക്കൽ ഒരു അടിമ സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില കാര്യങ്ങൾ ചോദിക്കുവാൻ വരികയുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, അയ്ന അല്ലാഹ്, അല്ലാഹു എവിടെയാണ്? അവർ പറഞ്ഞു ഖാലത് ഫിസ് സമാ, ആകാശത്തിലാണ് എന്ന് പറഞ്ഞു. ഖാല മൻ അന, ഖാലത് അൻത റസൂലുള്ളാഹ്, ഞാൻ ആരാണെന്ന് ചോദിച്ചു. താങ്കൾ അല്ലാഹുവിന്റെ റസൂലാണെന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അഅ്തിഖ്ഹാ, അവളെ മോചിപ്പിക്കുക, ഫഇന്നഹാ മുഅ്മിനത്തുൻ, അവളൊരു സത്യവിശ്വാസിയാണ് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവളെ മോചിപ്പിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാമുള്ള ധാരാളക്കണക്കിന് തെളിവുള്ള കാര്യമാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയാണ്. ഇമാം ബുഖാരി ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും
ഉദ്ധരിച്ചിട്ടുള്ള ഹദീസുകളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല 7 ആകാശത്തിന് മുകളിലാണ് എന്നുള്ളത്. അതാണ് സലഫിന്റെ മദ്ഹബ്, അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. അതല്ലാതെ അള്ളാഹു തആല എല്ലായിടത്തും ഉണ്ട് എന്ന് പറയാൻ പാടില്ല. സാധാരണക്കാരായ ചില ആളുകൾ അള്ളാഹ് ഇവിടെ ഉണ്ട്, അള്ളാഹ്ക്ക് എല്ലാം അറിയാൻ സാധിക്കും, എല്ലാം കാണാൻ സാധിക്കും എന്നുള്ള അവരുടെ ഒരു നിഷ്കളങ്കമായ ചിന്തകൾ കാരണത്താൽ ചിലപ്പോൾ അവർ പറയും അള്ളാഹ് എല്ലായിടത്തും ഉണ്ട്, നമ്മളെല്ലാം കാണുന്നുണ്ട് എന്നാണ്. പക്ഷെ അതൊരു കുഫ്റൻ വാദമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് യോജിക്കുകയില്ല എല്ലായിടത്തും ഉണ്ടാവുക എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് യോജിക്കുന്നത് എല്ലാത്തിനും മുകളിലായി അവൻ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. രണ്ടത് ദീനിന്റെ തെളിവുകൾ കൊണ്ട് യോജിക്കുന്ന കാര്യം അതാണ്. അള്ളാഹു തആല പറഞ്ഞിട്ടുള്ളത്, അവനെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുള്ളത് അവൻ 7 ആകാശങ്ങൾക്ക് മുകളിലാണ് എന്നാണ്. ധാരാളക്കണക്കിന് തെളിവുകൾ വേറെയുമുണ്ട്. എന്നാൽ അള്ളാഹു തആലയുടെ ഇൽമു കൊണ്ടും അവന്റെ ഖുദ്റത്ത് കൊണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കണ്ടനാടിയേക്കാൾ നമ്മോട് അടുത്തവനാണ്. നമ്മൾ കണ്ടനാടി നമുക്ക് ഏറ്റവും അടുത്ത ജീവന് തുല്യമുള്ള കാര്യമാണ്. ഇത് മുറിഞ്ഞാൽ നമ്മുടെ ജീവൻ പോയി, അത്രയും ബന്ധം നമുക്കുണ്ട്. അതിനേക്കാൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് അടുത്തുണ്ട്. നമ്മളൊന്നും മന്ത്രിക്കേണ്ടതില്ല, നമ്മളൊന്ന് ചിന്തിക്കുന്നത് തന്നെ അള്ളാഹു തആലക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ പറഞ്ഞാൽ അള്ളാഹു ഇത് കേൾക്കും. അത്രയും അടുത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇൽമു കൊണ്ടുണ്ട്, അവന്റെ ഖുദ്റത്ത് കൊണ്ടുണ്ട്. ഇതാണ് മുഅ്മിൻ വിശ്വസിക്കേണ്ടത്. എന്നാൽ അള്ളാഹു തആല 7 ആകാശത്തിന് മുകളിലാണ്. രാത്രിയുടെ 1/3 ഭാഗമായാൽ അള്ളാഹു തആല 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരും. അറഫ മൈതാനിയിൽ ആളുകൾ സംഗമിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരും. ഇങ്ങനെ അവൻ പറഞ്ഞ കാര്യങ്ങളിൽ അള്ളാഹു തആല 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരും എന്നതുകൂടി വിശ്വസിക്കൽ ഒരു മുഅ്മിനിന്റെ ബാധ്യതയാണ്. അതല്ല എങ്കിൽ അള്ളാഹു എവിടെയെന്ന് ചോദിച്ചാൽ 7 ആകാശങ്ങൾക്ക് മുകളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവിടെയുണ്ട് എന്ന് വിശ്വസിക്കുക എന്നതാണ് സഹോദരങ്ങളെ നമ്മുടെ ബാധ്യത. അതങ്ങനെ തന്നെ നമ്മളെപ്പോഴും വിശ്വസിച്ചു കൊണ്ടേയിരിക്കണം. അത് പ്രത്യേകം ഉൾപ്പെടുക. വൽ അർദീന സബ്, 7 ഭൂമികളുടെ കാര്യം അറിയിച്ചിരുന്നുണ്ട്. അത് 7 ഭൂമികൾ എന്ന് പറയുന്നത് എന്താണ് എന്ന് കൂടുതൽ വിശദീകരണം നമുക്ക് അറിയുകയില്ല. ഫീ കിഫ എന്നുള്ള ഉദ്ദേശിച്ചത് മീസാനാണ്. വലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീ കിഫ മാലത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മറ്റൊരു തട്ടിലുമായാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് കൂടുതൽ ഭാരം തൂങ്ങും എന്നാണ് സഹോദരങ്ങളെ ആ ഹദീസിൽ എന്ത് ചെയ്യുന്നത് നമുക്ക് പറഞ്ഞിരുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന്റെ പ്രാധാന്യമാണ് അറിയിക്കുന്നത്. ഈ അധ്യായത്തിൽ അവസാനത്തെ ഹദീസ് قال المصنف رحمه الله وللترمذي وحسنه عن انس رضي الله عنه قال ഇമാം തിർമിദി ഹസനാണ് എന്ന് വിലയിരുത്തിയ ഈ ഹദീസ് സ്വഹാബിയായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ്. അദ്ദേഹം പറയുന്നു ഖാല സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഖാല അല്ലാഹു തആല, ഖുദ്സിയായ ഹദീസാണ്. അല്ലാഹു തആല പറഞ്ഞു, യബ്ന ആദം, ആദം സന്തതിയെ, ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതായ, നീ ഭൂമി നിറയെ, ഖുറാബിൽ അർള് എന്ന് പറഞ്ഞാൽ ഭൂമി നിറയെ, അതിൻ്റെ വലിപ്പവും ഭാരവും ഒക്കെ നമ്മൾ അവിടെ ചിന്തിക്കാവുന്നതാണ്. അത്ര നിറയെ തിന്മകളുമായി നീ എൻ്റെ അടുക്കൽ വന്നു. സുമ്മ ലഖീതനി, പിന്നീട് ഞാൻ നിന്നെ കണ്ടുമുട്ടുന്നത് ലാ തുശ്രികു ബി ഷൈഅ, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കാത്തവനായിക്കൊണ്ടാണ് എങ്കിൽ ലഅതൈതുക ബിഖുറാബിഹാ മഗ്ഫിറ, അത്ര തന്നെ അഥവാ ഭൂമി നിറയെ തന്നെ മഗ്ഫിറത്തുമായി, ആ പാപങ്ങളെ മറച്ചു വെക്കാൻ, മായ്ച്ചു കളയാനുള്ള മഗ്ഫിറത്തുമായി ഞാൻ നിന്റെ അടുക്കൽ എത്തുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇപ്പോൾ ഇവിടെയും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രത്യേകതയാണ് പറയുന്നത്. പാപങ്ങൾ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നില്ല. എത്ര വലിയ പാപമാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ അത് മായ്ച്ചു കളയുന്നത്, അതിനെ അവഗണിച്ച് കളയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയുമായി കണ്ടുമുട്ടുമ്പോഴാണ്. സുമ്മ ലഖീതനി ലാ തുശ്രികു ബിഹി ഷൈഅ, പിന്നീട് എന്നെ ഒന്നിനും പങ്കു ചേർക്കാത്ത അവസ്ഥയിൽ നീ കണ്ടുമുട്ടണം. ഒരാളെ മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അയാൾക്കുണ്ട് എങ്കിൽ എത്ര വലിയ തിന്മയാണെങ്കിലും ശരി അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. ചിലപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല നരകത്തിൽ പ്രവേശിപ്പിക്കുന്നതിന് മുമ്പേ തന്നെ പുറത്തു കൊടുക്കും. ഇന്നല്ലാഹ ലാ യഗ്ഫിറു യുശ്റക ബിഹി, അല്ലാഹു തആല ശിർക്ക് ചെയ്താൽ ഒരിക്കലും പുറത്തു കൊടുക്കൂല. മരണപ്പെട്ടതിന് ശേഷമാണ് പറയുന്നത്. ദുനിയാവിൽ പുറത്തു കൊടുക്കും. ദുനിയാവിൽ എത്ര വലിയ ശിർക്ക് ചെയ്താലും തൗബ ചെയ്താൽ അല്ലാഹു തആല പുറത്തു കൊടുക്കും. പക്ഷെ മരണപ്പെട്ടാൽ അല്ലാഹു തആല പുറത്തു കൊടുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതിന് പുറമേയുള്ള കാര്യങ്ങളെല്ലാം അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ അവന് പുറത്തു കൊടുക്കുന്നതാണ്. അത് റബ്ബ് സുബ്ഹാനഹു വ തആല ലിമൻ യശാ എന്ന് പറഞ്ഞത് പ്രതീക്ഷയും ഭയവും ഒരുമിച്ച് നമുക്ക് ഉണ്ടാകേണ്ട കാര്യമാണ്. അല്ലാഹു തആല പുറത്തു തരുമല്ലോ, ശിർക്കില്ലെങ്കിൽ അല്ലാഹു തആല പുറത്തു കൊടുക്കുമല്ലോ, പ്രതീക്ഷയാണ്. പക്ഷെ ലിമൻ യശാ, അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് പുറത്തു കൊടുക്കുക. എന്നെ അല്ലാഹു ഉദ്ദേശിക്കുമെന്ന് എനിക്ക് എങ്ങനെ അറിയാം? എനിക്കെന്താണ്, ഞാൻ എന്നെക്കുറിച്ച് അങ്ങനെ ധരിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ അപകടമായിരിക്കും. എനിക്കൊക്കെ പുറത്തു തരും. അങ്ങനെ ഒരു ചിന്ത നമുക്കുണ്ടെങ്കിൽ അത് നമ്മൾ കൂടുതൽ പേടിക്കണം. നമുക്കങ്ങനെ ചിന്ത ഇല്ലെങ്കിലേ നമുക്ക് പ്രതീക്ഷ വെക്കാൻ പാടുള്ളൂ. നമുക്ക് അങ്ങനെ ഒരു ചിന്ത തോന്നണം, എനിക്കൊക്കെ അല്ലാഹു പുറത്താൻ പിന്നെ ആര്, ഞാനൊക്കെ എൻ്റെ മുന്നിലുള്ള ആളല്ലേ, ഇത്രയും ഈ പണിയിൽ തന്നെ ഉള്ളത് എന്ന ചിന്ത നമുക്കുണ്ട് എങ്കിൽ അതാണ് വലിയ അപകടം. സ്വഹാബികൾ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അവർ അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്ത ഔലിയാക്കളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ദൃഷ്ടാന്തങ്ങൾ പലതും അവർ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്ജിസത്തുകൾ, ചന്ദ്രനെ പിളർത്തി കൊടുത്തതും
പല മുഅ്ജിസത്തുകൾ നേരെ കണ്ടിട്ടുള്ള ആളുകളാണ്. എന്നിട്ട് കൂടി അവർക്കൊരു നിർഭയത്വം ഉണ്ടായിട്ടില്ല. അത് ഈ വിഷയത്തിൽ അള്ളാഹു തആല എനിക്കൊക്കെ പുറത്തു തരും, ഞാനൊക്കെ രക്ഷപ്പെട്ടു എന്ന് ചിന്തിച്ചിട്ടില്ല. മറിച്ച് അവർ പലരും ഞാൻ മുനാഫിഖായി മരിക്കുമോ, എനിക്ക് നിഫാഖ് ഉണ്ടാകുമോ എന്നാണ് പേടി. അത് സ്വർഗത്തിലാണ് എന്ന് പറയപ്പെട്ട സ്വഹാബികൾക്ക് പോലും ആ പേടി അപ്പോഴും ഉണ്ടായിരുന്നു എന്നാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദാനത്തിൽ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷെ എനിക്കെന്തെങ്കിലുമൊക്കെ തെറ്റുപറ്റി പോകുമോ എന്നുള്ള സ്വന്തത്തെക്കുറിച്ച് അവർക്ക് എന്തില്ല, ആത്മധൈര്യം അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് അവർക്കില്ല. ഞാൻ ഒരിക്കലും പിഴച്ചു പോവുകയില്ല എന്നുള്ളത് അതൊരിക്കലും നമുക്കുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ലിമൻ യശാ എന്ന് പറയുമ്പോൾ ഒരു നിലക്ക് നമുക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ഷിർക്ക് ചെയ്യാത്ത ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. പക്ഷെ ഇപ്പുറത്ത് നമ്മൾ ഉദ്ദേശിക്കും നമുക്കറിയില്ല. അള്ളാഹു നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അറിയില്ല. നമ്മളെപ്പോഴും ആവർത്തിച്ച് അള്ളാഹു തആലയുടെ ഷിർക്കിൽ നിന്നും രക്ഷ ചോദിക്കണം. അതുപോലെ തന്നെ പാപങ്ങളിൽ പുറത്തു വരാൻ രക്ഷ ചോദിക്കണം. അതെപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ പറഞ്ഞു വന്നത്, ഷിർക്കില്ലാതെ ഒരാൾ മരണപ്പെട്ടാൽ ഒന്നുകിൽ അള്ളാഹു തആല ആദ്യം തന്നെ പുറത്തു കൊടുക്കും, നരകത്തിൽ സ്പർശിക്കുക തന്നെയില്ല. ഇനി ഒരാൾ നരകത്തിൽ പ്രവേശിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും, അവൻ്റെ ശിക്ഷ കഴിഞ്ഞ് അവന് പുറത്തു കൊടുത്ത് അള്ളാഹു അവൻ്റെ സ്വർഗത്തിലേക്ക് എന്ത് ചെയ്യും, അവനെ മാറ്റുന്നതായിരിക്കും. പക്ഷേ ഈ കാര്യം വളരെ കൃത്യമായി, സുമ്മ ലഖീതനി ലാ തുശ്രികു ബി ശൈആ, അള്ളാഹുവിൽ ഷിർക്ക് ചെയ്യാതെ അവൻ മരണപ്പെടണം. അപ്പം അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഷിർക്ക് ചെയ്ത് മരണപ്പെട്ടാൽ അവൻ്റെ നിസ്കാരങ്ങളോ നോമ്പോ സക്കാത്തോ ഹജ്ജോ ഒന്നും തന്നെ അവന് യാതൊരു ഉപകാരം ഉണ്ടാവില്ല. എത്ര വലിയ ഗൗരവമുള്ള കാര്യമാണ് സഹോദരങ്ങളെ. ഒരാൾ രാത്രി മുഴുവൻ എഴുന്നേറ്റ് നിസ്കരിക്കുന്നുണ്ട്, ഒരാൾ പകല് ഇടവിട്ട് നോമ്പെടുക്കുന്നുണ്ട്, തിങ്കളും വ്യാഴം എടുക്കുന്നുണ്ട്, മാസത്തിൽ 3 നോമ്പെടുക്കുന്നുണ്ട്, കൊല്ലത്തിൽ അങ്ങനെ എന്തെല്ലാം സുന്നത്ത് നോമ്പുകളോ അതൊക്കെ എടുക്കുന്നുണ്ട്, അവൻ സാധുക്കളൊക്കെ സഹായിക്കുന്നുണ്ട്. പക്ഷേ ഈ ഷിർക്കൊരു ഭാഗത്ത് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് എങ്കിൽ അവൻ്റെ ഈ അമലുകളൊന്നും തന്നെ യാതൊരു ഉപകാരമില്ലാത്തൊരവസ്ഥയിലേക്കല്ലേ പരലോകത്തെത്തുക. ആളുകൾ എപ്പോഴും മനസ്സിലാക്കുന്നില്ല. ആളുകൾ മനസ്സിലാക്കുന്നില്ല. ഇതൊക്കെ ചെയ്യുന്ന മുറക്ക് ഇപ്പുറത്ത് പോയി ഖബറാളിയോട് ഇന്ന് തങ്ങളെ രക്ഷിക്കണേ, കാണുന്നില്ല, എൻ്റെ പ്രയാസങ്ങൾ മാറ്റിത്തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, സഹായം ചോദിക്കുകയാണ്. സഹോദരങ്ങൾ, ഈ നിസ്കാരങ്ങളോ നോമ്പോ ഇവൻ ചെയ്ത സ്വതക്കകളോ ഒന്നും ഉപകരിക്കാത്തൊരവസ്ഥയിലേക്ക് പരലോകത്തെത്തുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ അപകടമാണത്. അതുകൊണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം തൗഹീദ് ആവർത്തിച്ച് പഠിക്കുകയും അത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം. ചില ആളുകൾ അവർ അറിഞ്ഞോ അറിയാതെ എത്ര വലിയ വഞ്ചനയാണ് ജനങ്ങളോട് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. കാരണം ഈ ഷിർക്ക് ചെയ്യുന്ന പണ്ഡിതന്മാരെ പുകഴ്ത്തുക വഴി ആളുകൾ എത്ര വലിയ അപകടത്തിലേക്കാണ് എത്തുന്നത്. അല്ലെ, ചില ആളുകളെ കാണാൻ പറ്റും, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറൊക്കെ ആയിട്ടുള്ള ആളുകൾ. അവർ ചിലപ്പോൾ ഷിർക്ക് ചെയ്യുന്നതായ വാചകങ്ങളൊന്നും അവർ സ്വന്തം പറയുന്നുണ്ടാവില്ല. അവർ ചിലപ്പോൾ ആളുകളോട് ഷിർക്ക് ചെയ്യാൻ ജാറത്തിൽ പോകണമെന്നോ അങ്ങനത്തെ സംസാരിക്കില്ല. പക്ഷേ ഷിർക്കിൻ്റെ വലിയ നേതാക്കളെ അവർ പുകഴ്ത്തും, ഷിർക്കിൻ്റെ വലിയ നേതാക്കളെ പുകഴ്ത്തും. സാധുക്കളായ ആളുകൾ ഇയാളുടെ ഈ പുകഴ്ത്തിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? അയാൾ തിരക്കേടില്ല, അയാൾ പറയുന്നതൊക്കെ ശരിയാണ്. എടുത്തൊരാളെ കണ്ടു, അയാൾ വളരെ സോഷ്യൽ മീഡിയയിൽ വലിയൊരു ഇൻഫ്ലുവൻസറായി, ദീനൊന്നും വലിയ സംസാരിക്കുന്നത് കാണാറില്ല, പ്രധാനമായി രാഷ്ട്രീയമാണ് സംസാരിക്കുന്നത്. അയാൾ പറയാണ്, പേരോട് ഉസ്താദ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഉസ്താദാണ്, ഈ ഉസ്താദിൻ്റെ സംസാരം അതാണ് എന്നെയൊക്കെ ദീനിയായ മേഖലയിലേക്ക് എത്തിച്ചത്, ഞാനൊക്കെ അങ്ങനെ നടക്കുന്ന സമയത്ത് എനിക്ക് ദർസിനോട് താല്പര്യമുണ്ടാക്കിയത് എന്ന് പറഞ്ഞിട്ട് പേരോട് ഉസ്താദിൻ്റെ ഒരു വഅളൊക്കെ അദ്ദേഹം ചെറിയൊരു ക്ലിപ്പായി കൊടുക്കുന്നുണ്ട്. ശരിയാണ്, പേരോട് പല സ്ഥലത്തും ഒരു കാലത്ത് ഭയങ്കരമായ ആത്മീയമായ പ്രഭാഷണങ്ങൾ നടത്തിയ വ്യക്തിയാണ്. വഅളുകൾ പറഞ്ഞ് പരലോകം പറയുന്ന ആളാണ്. പൊതുവിൽ സമസ്തക്കാരിൽ നിന്ന് വ്യത്യസ്തമായ അങ്ങനെ ഒരു കരച്ചിൽ പ്രസംഗമൊക്കെ നടത്തിയ ആളാണ്. പക്ഷെ ആരാണ് ഈ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്ന് പറയുന്ന ഉസ്താദ്? നമുക്ക് ആ വ്യക്തിയോട് എന്തെങ്കിലും വൈരാഗ്യമോ വ്യക്തിപരമായ പ്രശ്നമോ ഉള്ളത് കൊണ്ടല്ലല്ലോ നമ്മൾ പറയുന്നത്. ഇപ്പുറത്ത് സകല ജാറങ്ങൾക്കും അതിൻ്റെ നേതൃസ്ഥാനം വഹിക്കുന്ന ആളാണിത്. അല്ല, പല കാര്യങ്ങളും എന്തൊക്കെയോ മാറ്റി പറയാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും എന്ത് ജാറങ്ങളിലുള്ള മനുഷ്യന്മാരോട്, ജാറങ്ങളിൽ കിടക്കുന്ന സ്വാലിഹ്യങ്ങളാണെന്ന് പറയുന്നവരോ അല്ലാത്തവരായ ആളുകളോട് പ്രാർത്ഥിക്കുകയും സഹായം തേടുകയും ചെയ്യാം. അവർ ഇലാഹാണെന്ന് വിശ്വസിക്കാതിരുന്നാൽ മതി, അതൊക്കെ തൗഹീദിനകത്തെ പെടുകയുള്ളൂ, നല്ല കാര്യമാണ് എന്ന് പറയുകയും അതിന് സംവാദം നടത്തുകയൊക്കെ ചെയ്യുന്ന, അതിനുവേണ്ടി ഓടി നടന്ന് മത്സരിക്കുന്ന ഒരാളാണ് ഈ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്ന് പറയുന്ന ആൾ. ഈ ആളുകൾക്കൊക്കെ വേണ്ടി ഈ ഷിർക്കിന് വേണ്ടി വാദിക്കുന്ന ആളാണ്, ഷിർക്കിന് വേണ്ടി പണിയെടുക്കുന്ന ആളാണ്. ഈ പറയുന്ന സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ പഠിപ്പിച്ചു വിടുന്ന മക്കളെ ഈ ഷിർക്കിൻ്റെ പ്രചാരകരായിട്ടാണ് വിടുന്നത്. അത്രയും അബദ്ധങ്ങൾ ചെയ്യുന്ന ആളാണ്, ഒരുപാട് ബിദ്അത്തുകൾ ചെയ്യുന്ന ആളാണ്. അതല്ലെങ്കിൽ ഈ വിഷയം അയാൾ ചർച്ച ചെയ്യണം. അല്ലെങ്കിൽ ഈ ചില ആളുകൾ കാന്തപുരം ഉസ്താദ് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് അവിടെയൊക്കെ രക്ഷപ്പെടുത്തി, അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്നൊക്കെ പറയും. പക്ഷെ ഇപ്പുറത്ത് സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളെ അവരെ ചൂഷണം ചെയ്യുകയും അവരുടെ വിശ്വാസത്തിലുള്ള കുറവിനെ ചൂഷണം ചെയ്യുകയും അവരുടെ സാമ്പത്തികമായി ആത്മീയമായി ഒക്കെ ചൂഷണം ചെയ്യുന്ന ഒരു വ്യക്തിയാണത്.
അയാൾ നമ്മളോട് എന്തെങ്കിലും ദുൽമ ഇതുവരെ ചെയ്തിട്ടില്ല. നമ്മളൊരു സ്വത്ത് പോലും ഒരു ഉറുപ്പ്യ പോലും അയാൾ നമ്മളിൽ നിന്ന് അപഹരിച്ചിട്ടില്ല. അതുകൊണ്ടുള്ള ദേഷ്യത്തും കൊണ്ടല്ല പറയുന്നത്. മറിച്ച് ഈ ആളുകളെ, സാധുക്കളായ ആളുകളെ ഷിർക്കിന് വേണ്ടി ഖുർആനിൽ നിന്ന് ആയത്തോതി തെളിവിടിച്ചു കൊടുക്കുകയാണ്. ഒരിക്കലും ഒരു മുഫസ്സിർ പോലും പറയാത്ത തൗഹീദിൻ്റെ ആയത്തുകൾ ആളുകൾക്ക് ഓതി സംവാദ വേദിയിൽ ഏറ്റുമുട്ടിയപ്പോൾ അത് ഷിർക്കിന് വേണ്ടി ഓതിയ മനുഷ്യനാണ്. ഇന്നുവരെ അയാൾ തിരുത്തിയിട്ടില്ല. അയാൾക്ക് പ്രായം കുറയായി. അതുപോലെ ഷിർക്കിൻ്റെ തൗഹീദിൻ്റെ ആയത്തുകളെല്ലാം ഷിർക്കിന് വേണ്ടി ഓതി ജനങ്ങളെ ജാറങ്ങളിലേക്കും മറ്റൊക്കെ നയിക്കുന്ന ആളാണ്. ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള അയാളെക്കാളും പേച്ച കുരുവട്ടൂരികൾ എന്ന് പറയുന്ന ആളുകളൊക്കെ വളരെ ശക്തമായി എതിർക്കുന്നത് കാണുന്നുണ്ട്. എന്നാൽ അവർ പറഞ്ഞ എന്ത് കാര്യമാണ് ഈ ആളുകൾ പറയാത്തതായിട്ടുള്ളത്? അവർ സി എം മടവൂരിനെ പുകഴ്ത്തി അവിടെ എത്തിക്കുന്നു. അതേ കാര്യങ്ങൾ സി എം മടവൂരിനെ കുറിച്ച് പുകഴ്ത്തിയിട്ട് ഈ പറയുന്ന AP സമസ്തക്കാരെ എഴുതിയിട്ടില്ലേ? സി എം മടവൂർ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ വലിയ വലിയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്. എന്നിട്ട് സി എം മടവൂരിൻ്റെ സ്മരണികയൊക്കെ എഴുതിയത് ഇന്ന് കുരുവട്ടൂരികൾ ഉണ്ടായതിനു ശേഷമല്ലല്ലോ, പഴയ കാലത്ത് തന്നെ എഴുതിയിട്ടുള്ളതല്ലേ. അത് ഈ സമസ്തയുടെ നേതാക്കളല്ലേ. സി എം മടവൂർ നിസ്കരിക്കാത്ത ആളായിരുന്നു, നോമ്പെടുക്കുന്ന ആൾ മുറിപ്പിക്കുന്നവനായിരുന്നു. ഇതൊക്കെ ഇയാളെ പുകഴ്ത്തുന്നതാണ്. ഇതേതെങ്കിലും ഒരു വലിയന് യോജിക്കുന്നതാണോ? ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസം പഠിച്ച ആരെങ്കിലും ഒരാൾ പറയും ഇത് വലിയന് യോജിക്കുന്ന ഒരു സ്വഭാവമാണെന്നുള്ളത്? അങ്ങനെയുള്ള ആളുകളെയാണ് ഇസ്ലാം വലിയായി പരിചയപ്പെടുത്തിയത്. ഇത് പിൽക്കാലത്തെ ഭ്രാന്തന്മാരായ സൂഫികൾ കൊണ്ടുവന്ന ചില വിശ്വാസ കാര്യങ്ങളല്ലേ. ഒരാൾ ദീനൊക്കെ ഒഴിവാക്കിയിട്ട് പ്രത്യേക മർത്തബയിലെത്തിയിട്ട് അള്ളാഹിനെ ആരാധിക്കുന്നതൊക്കെ വിട്ട് ഇങ്ങനെയുള്ള ഒരു ജാതി പ്രത്യേകമായ വേഷവിധാനങ്ങളൊക്കെ സ്വീകരിക്കുക എന്നുള്ള ദീൻ ഏതെങ്കിലും കാലത്ത് പഠിപ്പിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ? ഇയാൾ അതൊക്കെ ചർച്ച ചെയ്യേണ്ടതില്ലേ? അപ്പം ആ പറയുന്ന സി എം മടവൂരിനെ പുകഴ്ത്തിയതും അതിന് സകല വളം വെച്ചു കൊടുത്ത ആളുകൾ AP സമസ്തയല്ലേ. എന്നിട്ട് ആ AP സമസ്തയുടെ നേതാക്കന്മാരായ മുൻനിരയിലുള്ള ഇത്തരം പ്രഭാഷകരെയും വായലുകളെയും പുകഴ്ത്തുക. വൈരുദ്ധ്യം മാത്രമാണുള്ളത്, വിരോധാഭാസമാണ് നിങ്ങളുടെ സംസാരത്തിലുള്ളത്. ഈ ആളുകളുടെ സംസാര ശൈലിയാണ് വളരെയധികം വൃത്തിയായിട്ട സംസാര രീതിയാണ്. അതാണോ നിങ്ങളെ ഭയപ്പെടുത്തിയത്? അതല്ലെങ്കിൽ അതാണോ നിങ്ങളെ ചൊടിപ്പിച്ചത്? അതല്ലെങ്കിൽ ഈ ആളുകൾ നിങ്ങളുടെ പ്രസ്ഥാനത്തെ എതിർത്തതാണോ നിങ്ങളെ ചൊടിപ്പിച്ചത്? നിങ്ങൾക്കൊരിക്കലും തൗഹീദും ഷിർക്കും അത് നിങ്ങൾക്കൊരു പ്രയാസമായിട്ടില്ല. ഈ പറയുന്ന ആളുകൾ തൗഹീദിനെതിരെ സംസാരിച്ചു എന്നുള്ളത് കൊണ്ടല്ല, അതല്ലെങ്കിൽ ചില കാര്യങ്ങളെ അവർ ഷിർക്കിൽ പരിധി വിട്ടു എന്നുള്ളതൊന്നുമല്ല നിങ്ങളെ ചൊടിപ്പിച്ചത് നിങ്ങളെ ചില നേതാക്കന്മാരെ എതിർത്തത് കൊണ്ട് മാത്രമാണ്. ഒരു ജനങ്ങളോട് നസീഹത്തുള്ളൊരു മനുഷ്യൻ ഒരിക്കലും അങ്ങനെയല്ല ആകേണ്ടത്. എൻ്റെ സംഘടന എന്ത് ആളുകൾ പറഞ്ഞു, എൻ്റെ സംഘടനയെ വിമർശിച്ചു, എന്നെ വിമർശിച്ചു എന്നത് നമുക്ക് വിഷയമേ ആകാൻ പാടില്ല. മറിച്ച് തൗഹീദിനെതിരെ പൊളിക്കുന്ന വർത്തമാനങ്ങൾ പറഞ്ഞ ആളാണ് ഈ പേരോട് ഉസ്താദ്. ഈ പറയുന്ന കുരുവട്ടൂരികൾക്ക് മുമ്പേ തന്നെ ഇവരൊക്കെ പഠിപ്പിച്ചു വിട്ടത് ഈ ആളുകളാണ്, ബേസ് കൊടുത്ത ആളുകളാണ്. കാരണം ഈ പറയുന്ന നൗഷാദിൻ്റെ ഒക്കെ ബിരുദം എവിടെയാണ്? അഹ്സനിയാണ്. AP സമസ്തയുടെ ഇന്നുള്ള കോളേജാണത്. AP സമസ്തക്ക് ഇന്നും ഒതുക്കങ്ങളിലുള്ള കോളേജാണത്. ഇന്നും അവരുടെ കയ്യിലാണുള്ളത്, അല്ലാതെ ഈ കുരുവട്ടൂരികളുടെ കയ്യിലല്ല. അവിടെ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഈ ആയത്തുകളൊക്കെ അവരുടെ ചാവേറായിരുന്നു. സംവാദ വേദിയിലും പോയി തൗഹീദ് പൊളിക്കാൻ വേണ്ടിയിട്ട് ആളുകൾക്കിടയിൽ ഇഷ്കാലുണ്ടാക്കി ഷിർക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചാവേറായിരുന്നു അത്. അവൻ അതിൽ കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്ത് പോയി എന്ന് മാത്രം. ബാക്കിയുള്ള ആളുകളുണ്ട്. ബാക്കിയുള്ളവർ പലരും ഇന്ന് ചില കള്ളക്കറാമത്തുകളൊക്കെ പറയാത്തത് സോഷ്യൽ മീഡിയയിൽ ആളുകൾ അവരെ എയറിൽ കയറ്റും എന്നൊക്കെ ഇന്ന് ആളുകൾ പറയുന്നു. അത് പേടിച്ചിട്ട് മാത്രം പറയാത്ത ചില ആളുകളുണ്ട്. അതുകൊണ്ട് നമ്മളൊന്നും പറയുന്നില്ല. മറ്റൊരു അങ്ങനെയൊന്നും പേടിയില്ല. ഞങ്ങൾ ഭയങ്കര ആത്മാർത്ഥതയാണെന്ന് പറഞ്ഞിട്ട് അതൊക്കെ പറയാം. ഈ ആളുകൾക്ക് ഇന്ന് സോഷ്യൽ മീഡിയയിലെ ആളുകൾ ഇപ്പം എന്നെ കളിയാക്കും എന്ന് പേടിച്ചിട്ട് മാത്രം പറയാതിരിക്കുക. അല്ല, അള്ളാനെ പേടിയില്ല ഇത്തരം കള്ളക്കറാമത്തുകളെ കുറിച്ച് പറയാൻ വേണ്ടി. ഇതൊന്നും ദീന് പഠിപ്പിച്ച കാര്യമാണ്. അത് ഇത്തരം തെമ്മാടിത്തരങ്ങളൊക്കെ കാണിച്ചിട്ട് അത് കറാമത്തുകളാണെന്ന് പറയാൻ ദീൻ ഇസ്ലാമിന് അങ്ങനെ ഒരു കറാമത്തിനെ പരിചയമുള്ളൂ. ഈ തോന്നിവാസങ്ങളൊക്കെ ചെയ്തിട്ട് അത് കറാമത്തുകളെ അവതരിപ്പിക്കാൻ. അതുകൊണ്ട് ഈ പറയുന്ന ആളുകളോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത് എങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പേരോട് ഉസ്താദിനൊന്നും പുകഴ്ത്താൻ നിങ്ങൾക്ക് യാതൊരു അവകാശമില്ല. കാരണം ഈ പറയുന്ന സകല ഷിർക്കിൻ്റെ വേരുകളും ഇവരുടെ സ്ഥാപനങ്ങളിലേക്കും ഇവരുടെ ആദ്യകാല പ്രഭാഷണങ്ങളിലേക്കും സംവാദങ്ങളിലേക്കുമാണ് ഊന്നി നിൽക്കുന്നത്. ഇവർ തന്നെയാണ് ഇതിന് വളം വെച്ച് കൊടുത്തിട്ടുള്ളത് എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും തൗഹീദിന് പ്രാധാന്യം കൊടുക്കാനും അതിനുവേണ്ടി നിലകൊള്ളാനും അതിനുവേണ്ടി ജീവിക്കാനും അതിനുവേണ്ടി മരിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വഹദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.